കലാസ്നേഹികളെ, ഈ വർഷത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച നാടകത്തിനുള്ള 1ാം സ്ഥാനം ലഭിച്ച കതിവന്നൂർ വീരന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം കാണാനെത്തിയിരിക്കുന്ന നിങ്ങൾക്കേവർക്കും തിരുവനന്തപുരം അക്ഷരകലയുടെ പ്രണാമം. കൈരളി ദേവിക്കു മണിമകുടം ചാർത്തിയ കാലാധിപത്യ കാവ്യപ്രഭാവമേ കാവ്യപ്രഭാവമേ കാവ്യപ്രഭാവമേ. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. കൈരളി ദേവിക്കു മണിമകുടം ചാർത്തിയ കാലാധിപത്യ കാവ്യപ്രഭാവമേ കാലാധിപത്യ കാവ്യപ്രഭാവമേ കാലാധിപത്യ കാവ്യപ്രഭാവമേ. കൈരളി ദേവിക്കു മണിമകുടം ചാർത്തിയ കാലാധിപത്യ കാവ്യപ്രഭാവമേ കാലാധിപത്യ കാവ്യപ്രഭാവമേ കാലാധിപത്യ കാവ്യപ്രഭാവമേ. കനകോജ്വലങ്ങളാം കാവ്യോത്സവങ്ങളിൽ കാലം നമിക്കുന്നു പഞ്ചാരി മേളത്തിൽ. കൈരളി ദേവിക്കു മണിമകുടം ചാർത്തിയ കാലാധിപത്യ കാവ്യപ്രഭാവമേ. കമ്മിരാവ് കൊട്ടുന്ന നിൻകൃത്തിന്റെ കൂട്ടമ്പലത്തിലെ പൊട്ടിച്ചിരികളിൽ ദുഃഖം കൊട്ടുന്ന നിൻകൃത്തിന്റെ കൂട്ടമ്പലത്തിലെ പൊട്ടിച്ചിരികളിൽ അമ്പലത്തിലെ പൊട്ടിച്ചിരികളിൽ അമ്പലത്തിലെ പൊട്ടിച്ചിരികളിൽ അമ്പലത്തിലെ പൊട്ടിച്ചിരികളിൽ അമ്പലത്തിലെ പൊട്ടിച്ചിരികളിൽ. യാഥാർത്ഥ്യ സത്യധർമാദികൾ ജീവന സംഗീത കലയാക്കി മാറ്റി നീ സംഗീത കലയാക്കി മാറ്റി നീ ജീവന സംഗീത കലയാക്കി മാറ്റി നീ. ജീവിത യാഥാർത്ഥ്യ സത്യധർമാദികൾ ജീവന സംഗീത കലയാക്കി മാറ്റി നീ. കൈരളി ദേവിക്കു മണിമകുടം ചാർത്തിയ കാലാധിപത്യ കാവ്യപ്രഭാവമേ. തുള്ളലിൽ തൂവിത്തുളുമ്പുന്നു മാധുര്യം തുള്ളിത്തുടിക്കുന്നു പരിഹാസ നർമ്മങ്ങൾ തുള്ളിത്തുടിക്കുന്നു പരിഹാസ നർമ്മങ്ങൾ തുള്ളിത്തുടിക്കുന്നു പരിഹാസ നർമ്മങ്ങൾ. തുള്ളലിൽ തൂവിത്തുളുമ്പുന്നു മാധുര്യം തുള്ളിത്തുടിക്കുന്നു പരിഹാസ നർമ്മങ്ങൾ തുള്ളിത്തുടിക്കുന്നു പരിഹാസ നർമ്മങ്ങൾ തുള്ളിത്തുടിക്കുന്നു പരിഹാസ നർമ്മങ്ങൾ. കൽപ്പാന്തകാലം കഴിഞ്ഞാലുമെന്നെന്നും കുഞ്ചന്റെ കവിതകൾ തിരകളായി ഗർജിക്കും കുഞ്ചന്റെ കവിതകൾ തിരകളായി ഗർജിക്കും കുഞ്ചന്റെ കവിതകൾ തിരകളായി ഗർജിക്കും. കൽപ്പാന്തകാലം കഴിഞ്ഞാലുമെന്നെന്നും കുഞ്ചന്റെ കവിതകൾ തിരകളായി ഗർജിക്കും. കൈരളി ദേവിക്കു മണിമകുടം ചാർത്തിയ കാലാധിപത്യ കാവ്യപ്രഭാവമേ കാലാധിപത്യ കാവ്യപ്രഭാവമേ കാലാധിപത്യ കാവ്യപ്രഭാവമേ. കനകോജ്വലങ്ങളാം കാവ്യോത്സവങ്ങളിൽ കാലം നമിക്കുന്നു പഞ്ചാരി മേളത്തിൽ. കൈരളി ദേവിക്കു മണിമകുടം ചാർത്തിയ കാലാധിപത്യ കാവ്യപ്രഭാവമേ കാവ്യപ്രഭാവമേ കാവ്യപ്രഭാവമേ.
സംശയം എന്നാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ശ്രീപരമേശ്വരന്റെ വീക്ഷണത്തിലും ഗമനത്തിലും ഭ്രമണത്തിലും ചലനത്തിലും ശയനത്തിലും ഒക്കെ ശ്രീപാർവതിയുടെ സംശയത്തിന്റെ വിഴിമുന നീണ്ടിറങ്ങാൻ തുടങ്ങിയിരിക്കണു. എങ്ങനെ നീണ്ടിറങ്ങാതിരിക്കും? സംശയം സ്ത്രീകൾക്ക് സ്വതസിദ്ധാണ്. സ്വന്തം ഭർത്താവ് മറ്റേതെങ്കിലും സ്ത്രീയെ ചെറുതായിട്ടൊന്നും ഇവിടെ ഇരുത്തി നോക്കിയാ മതി, അന്ന് കുടുംബകഥ ഉറപ്പാ. വിദൂഷകൻ സ്വന്തം അനുഭവം വെച്ചങ്ങനെ പറയാനായിരിക്കും. എന്റെ ഭാര്യ ഉമ്മണി എത്തി സഭയിലിരിക്കുന്നുണ്ട്. അവള് കൂത്ത് കേൾക്കാൻ വന്നതല്ല. വിദൂഷക വേഷം കെട്ടി നിൽക്കുന്ന സ്വന്തം ഭർത്താവ് മറ്റേതെങ്കിലും അങ്കനാരംഗത്തെ വീക്ഷിക്കുന്നുണ്ടോ എന്നങ്ങടെ പരിശോധിക്കാൻ വന്നതാ. ഉമ്മിണിയച്ചി അവിടെ ഇരിക്കണു. തന്റെ ഭർത്താവിന്റെ മുഖത്ത് മറ്റൊരു സ്ത്രീരത്വം ദർശിക്കുമെന്ന് സ്വപ്നേവി നിനക്കറിയണ്ട. ഏതോ നേരത്ത് ഒരു കഴുതയും കരിങ്കുരങ്ങും തമ്മിൽ രമിച്ചപ്പോൾ ഉണ്ടായ സന്തതിയുടെ മരബോധേ ആരെ അങ്ങ് നോക്കുക. ആക്ഷേപിച്ചോളൂ. കൂത്തുചെല്ലുന്ന ചാക്യാർക്ക് ആരെങ്ങനെ ആക്ഷേപിക്കാനും വിമർശിക്കാനും അധികാരമുണ്ടല്ലോ. തിരിച്ചങ്ങടാർക്കും പ്രതികരിക്കാനും പാടില്ല എന്നാണല്ലോ നിയമം. ആക്ഷേപിച്ചോളൂ. സാക്ഷാൽ ശ്രീപരമേശ്വരന്റെ ജലത്തുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായ ഗംഗാദേവിയെ കുറിച്ച് ശ്രീപാർവതിക്ക് സന്ദേഹമായിരിക്കണോ? ജലത്തുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായ ജീവി ഒരു സ്ത്രീയാണ് എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയാനും വയ്യ, സ്ത്രീ അല്ല എന്നങ്ങോട്ട് കല്ലാനും വയ്യ. ശ്രീപാർവതിയുടെ അവസ്ഥ പരമദയനീയം. ജടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രൂപത്തെ കുറിച്ച് ഭർത്താവിനോട് ഒരു സംവാദം തുടങ്ങുക തന്നെ. സംവാദം അങ്ങനെ തുടങ്ങുക തന്നെ എന്ന് നിരൂപിച്ചുകൊണ്ട് ശ്രീപാർവതി പരമേശ്വരനോടായി മൗലോ കിന്നു മഹേശ മാനിനീജന കിം വസ്ത്രമംഭോരുഹം. സഭാവാസികളെ, നിങ്ങൾ കണ്ടില്ലെന്നുണ്ടോ? ഇജാബ് കൊട്ടുന്ന നമ്പ്യാർ ഉറക്കത്തിലാണ്. ആ കൂർക്കമ്മലി കേട്ടില്ലേ? ഏറുപോത്ത് അമർന്നതുപോലെ. പ്രിയപ്പെട്ട സഭാവാസികളെ, നമ്മുടെ കിളിക്കുറിച്ച് പങ്കെടുത്തുകാരൻ നമ്പ്യാർക്ക് ഒരു നങ്ങ്യാർ നടത്തി നങ്ങ്യാരമ്മയുമായി അസാര ഉത്സവം ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളുക. ഇന്നലത്തെ ഉത്സവം വിളക്കോളം ഉണ്ടായിരുന്നതിനാൽ പാവം നമ്പ്യാർക്ക് അങ്ങനെ ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. എന്താണോ നമ്പ്യാരെ ഇത്? സ്ഥാനത്ത് കൊട്ടാണ്ടിരുന്ന ഉറങ്ങുക, ആസ്ഥാനത്തുണർന്ന് അങ്ങോട്ട് കൊട്ടുക. ഉറക്കത്തിൽ നമ്പ്യാരുടെ അപ്പൻ എങ്ങനെ വരുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടാവും. നമ്പ്യാര് വെളുക്കോളം ഉത്സവം നടത്തി തനിക്ക് പകൽ കിടന്ന് വൈകിട്ട് വന്നാൽ പോരായിരുന്നോ? ക്ഷീണം കൊണ്ട് ഞാൻ അല്പം വാങ്ങിപ്പോയി. തെറ്റ് സമ്മതിക്കുന്നു. ഈ മഹാസഭയിൽ വെച്ച് ചാക്യാരനെ വേണ്ടവോളം ആക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞു. ദയവായി എന്നെ ആക്ഷേപിക്കരുത്. തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. കൂത്ത് തുടരുക തന്നെ. എങ്ങനെയുണ്ട് കഥ? രാവ് കെട്ടാതെ വേദിയിൽ ഇരുന്ന് വാങ്ങി കൂത്തിന്റെ സച്ചങ്ങനെ പൊട്ടിക്കുക, എന്നിട്ട് ഉണർന്ന് എഴുന്നേറ്റ് വന്നിട്ട് കൂത്താരംഭിച്ചുള്ള കാണിക്കുക. പാലക്കാട്ടുകാരൻ പരദേശി നമ്പ്യാകല്ലേടോ താനെ? ചെണ്ടി തിരിഞ്ഞ് അമ്പലപ്പുഴ വന്നപ്പോ പാവത്ത് ഓർത്ത് താൻ പിടിച്ച നാട്ടിൽ മിലാവ് വീട്ടുകാരനാക്കി. പക്ഷേ താൻ തന്റെ വൃത്തികെട്ട പാരമ്പര്യ ഗുണനാട്ട് കാട്ടി മിലാവ് കെട്ടണോ ശബ്ദ. ഒന്നിങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. ഇനി നിങ്ങൾ ഉത്സവയ്ക്ക് പോയി കഴിഞ്ഞാൽ ഫ്രഷായി കണ്ടു തുടങ്ങിയിട്ട് വന്നാ മതി. ഫ്രഷായിട്ട് കുളിക്കാനും മറക്കണ്ട. രാവ അശുദ്ധാകില്ലേ? ചില വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തി ദൂഷ്യങ്ങൾ മറ്റുള്ളവരിൽ കെട്ടിവെച്ച് പരസ്യമായി മേടുനടിക്കുക എന്നൊരു സ്വഭാവമുണ്ട്. ചാക്യാരെ കുറിച്ച് തന്നെ നമ്പ്യാർ പടങ്ങളിൽ നങ്ങ്യാരമ്മയ്ക്കുള്ള സേവയും ഗണീഹൃദയങ്ങളിൽ അന്തിയുറക്കവും നിങ്ങളുടെ സ്ഥിരം തൊഴിലല്ലേ. കൂത്തിന്റെ 6ാം ദിവസം നടക്കുന്ന വിനോദ പുരുഷാർത്ഥത്തിൽ ഗണികയായ മീശക്കുടിപ്പുറത്ത് ഇഡ്ഡലിയോടൊപ്പം ഓദിക്കന് വിട്ടുവാസു വിധീ ലഭിച്ച കഥ നിങ്ങൾ പരിഹാസപൂർവ്വം പരാമർശിക്കുന്നുണ്ടല്ലോ.
ഗണിക ഇളയച്ചയുടെ വീട്ടിൽ അന്തി ഉറങ്ങിയതും ഉണർന്നപ്പോൾ നേരം നന്നേ പുലർന്നു പോയതും തലയിൽ രണ്ടാം മുണ്ടിട്ട് നടന്നതും ബാലന്മാർ കൂവി വിളിച്ചതും ഒക്കെ പരസ്യമായ രഹസ്യലേഖനെ. ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? മിഴാവ് കൊട്ടുകാരൻ ചാക്യാരെ വേദിയിൽ വെച്ച് പരസ്യമായിട്ട് അങ്ങനെ ആക്ഷേപിക്കുക, മുമ്പെന്ന് കേട്ടുകഴിഞ്ഞു പോലും ഇല്ലാത്ത സംഭവം. അല്ല ചാക്യാരെ, ഇളയച്ചയുടെ വീട്ടിൽ അന്തി ഉറങ്ങി എന്ന് പറഞ്ഞ സത്യമാണ്. അസത്യ പ്രഖ്യാപനം. ഞാൻ ഇളയച്ചയുടെ വീട്ടിൽ പോയത് മൂന്നും കൂട്ടി ഒന്ന് മുറുക്കാനാ. അങ്ങനെ മൂന്നും കൂട്ടി ഒരു വട്ടം ഒന്ന് മുറുക്കി വന്നപ്പോ നല്ല രസം തോന്നി. അങ്ങനെ പലവട്ടം അങ്ങോട്ട് മുറുക്കിയപ്പോ ഇളയച്ചീനടയ്ക്ക ചാക്യാർ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പിടിച്ചു. അദ്ദേഹം ഉറങ്ങിപ്പോയി. അടയ്ക്കാ പറ്റിച്ച പണിയെ അന്തി ഉറക്കമായി വ്യാഖ്യാനിക്കാമോ? അമ്പലപ്പുഴ ഭഗവാൻ ഉണ്ണിക്കുന്നുടെ സ്വർണ്ണത്തിലുള്ള ഈ നാരകശാലയിലാണ് കൂത്ത് നടക്കുന്നതെന്നുള്ള വിവരം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കൂത്ത് ഭഗവാന് ബഹുഭക്ഷവുമാണ്. പവിത്രമായ ഈ വേദിയിൽ മിലാവ് കൊട്ടാരത്തിൽ മുറങ്ങിയത് ഒരു നിന്നയാണ്, ഈശ്വര നിന്നയമാണ്. ആ തെറ്റിന് നമ്പ്യാർ പരസ്യമായി മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ കൂത്താരംഭിക്കാൻ നിർവാഹമുള്ളൂ എന്ന് ഖേദപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹാസഭയിൽ വെച്ച് ചാക്യാർ അപമാനിച്ച നമ്പ്യാർ മാപ്പ് പറഞ്ഞേ തീരൂ. വീഴ്ചങ്ങാട്ട് നിൽക്കുക, ക്ഷണത്തിലങ്ങാട്ട് മാപ്പ് പറയുക, എന്നിട്ട് പോയിരുന്നങ്ങാട്ട് മിലാവ് കൊട്ടുക. മാപ്പ് പറ. അതിനു മുമ്പായി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. കൂത്തിനിടയിൽ ഉറങ്ങിപ്പോയി എന്നാണല്ലോ ഞാൻ ചെയ്ത തെറ്റ്. വിദൂഷണനും ചാക്യാരും സഭയുടെ പിൻനിരയിലേക്ക് നോക്കുക. അവിടെ കൂടിയിരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. നോക്ക്, അവരൊക്കെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ്. ശരിയാണല്ലോ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരൊക്കെ സുഖമായിട്ട് അങ്ങോട്ട് നിദ്ര കൊള്ളത് തന്നെ. ചിലരൊക്കെ ഉടുവസ്ത്രം അടിച്ചങ്ങോട്ട് പുതച്ചിരിക്കണു. എന്റെ ഭാര്യ ഉമ്മിണിയച്ചി ഇമ്മിണി വശക്കടായിട്ട് കിടക്കുകയാണല്ലോ. എന്റെ ഭാര്യ കൂടുതൽ അങ്ങോട്ട് വർണ്ണിക്കണ്ട, ഞാൻ പോയി ചേല പിടിച്ച് ശരിയാക്കി വരാം. ചാക്യാർ ചിലപ്പോ തന്റെ ഭാര്യ ഉമ്മണിയച്ചിയെ സമീപിച്ചെന്നിരിക്കും, മൂന്നും കൂട്ടി ഒന്ന് മുറുക്കാൻ. അങ്ങനെ വന്നാൽ ചാക്യാർ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പിടിക്കുന്ന ഉമ്മിണിയച്ചിയുടെ പാക്കായിരിക്കില്ല, വിദൂഷകന്റെ ഊക്കായിരിക്കും. മതി. ഇനി വിദൂഷകനോട് ചാക്യാരോട് ഒരു ചോദ്യം. കൂത്ത് കേട്ട് ആസ്വദിക്കാൻ വന്നവർ കൂത്തമ്പലത്തിൽ കിടന്ന് ഉറങ്ങുമോ? ഇല്ലല്ലോ. അപ്പോഴതിനർത്ഥം അവർ കൂത്ത് ആസ്വദിക്കുന്നില്ല എന്നാണ്. ചകരെ മുട്ടിന് മുട്ടിന് ചൊല്ലുന്ന സംസ്കൃത ശ്ലോകങ്ങളും മുഷിപ്പൻ ശൈലിയും അടങ്ങിയ നിങ്ങളുടെ ചാക്യാർ കൂത്ത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് നന്നേ പഠിത്തിരിക്കുന്നു. സംസ്കൃതം അറിയാമെങ്കിലും സാധാരണക്കാരുടെ ഒരുവനാണ് ഞാൻ. ഇടഞ്ഞതും വിരുദ്ധമായ നിങ്ങളുടെ ചാക്യാർ ശൈലി എനിക്ക് മനോജവുമായി തോന്നിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഉറങ്ങിപ്പോയത്. അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കില്ല, മാപ്പ് പറയുകയില്ല. എങ്ങനെയുണ്ട് കഥ? മിലാവ് കൊട്ടാണ് വേദിയിൽ ഇരുന്ന് പറഞ്ഞ് ചാക്യാരെ ആക്ഷേപിച്ചു. ഇപ്പോ ചാക്യാർ കൂത്തിനെ ആക്ഷേപിച്ചിരിക്കുന്നു. ധിക്കാരിയായ പരദേശി നമ്പ്യാർ മാപ്പ് പറഞ്ഞേ തീരൂ. ഒരു ന്യായവാദം അങ്ങനെ നിർത്തണ്ട. നമ്പ്യാർ മാപ്പ് പറഞ്ഞേ തീരൂ. നമ്പ്യാർ മാപ്പ് പറഞ്ഞേ പറ്റൂ. മാപ്പ് പറയാം. മിഴാവ് കൊട്ടുകാരൻ ഉറങ്ങിപ്പോയതുപോലെ നിങ്ങൾക്ക് രസഭംഗമുണ്ടായെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞുകൊള്ളുന്നു. ചാക്യാരുടെ വിഷയാസക്തിയല്ല, ഇളയച്ചൂട് അടക്കിയാണ് കുഴപ്പം ചെയ്തുവെങ്കിൽ ചാക്യാർ ഇന്ന് നിലനിർത്തിപ്പോരുന്ന മൂന്നും കൂട്ടിയുള്ള മുറുക്കൽ ഭാവിയിൽ ഒരു മുറുമുറുക്കലാകുമെന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ വിനയപൂർവ്വം ഞാൻ ഈ വേദി വിട്ടിറങ്ങുന്നു. കൂത്തവസാനിച്ചിട്ടില്ല, മിലാവ് കൊട്ടണില്ലേ? ഇല്ല. ഉണ്ണിക്കണ്ണനെ സാക്ഷിയാക്കി, സഭാവാസികളെ സാക്ഷിയാക്കി കുഞ്ചൻ നമ്പ്യാർ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി ഒരിക്കലും ഈ നാടകശാലയിൽ വെച്ച് ചാക്യാർ കൂത്തിനായി നമ്പ്യാർ മിഴാവ് കൊട്ടില്ല. ഇത് സത്യം, സത്യം, സത്യം. സാധാരണ ജനങ്ങൾക്ക് കേൾക്കുന്ന മാത്രയിൽ മനസ്സിലാകുന്നതും രസിക്കുന്നതുമായ പുതിയൊരു കലാരൂപത്തിന് ജന്മം നൽകാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നല്ല കഥ. പുതിയൊരു കലാരൂപത്തിന് ജന്മം നൽകാൻ എന്തു പ്രതിഭയാണോ എനിക്കുള്ളത്? ചാക്യാർ കൂത്തിന്, കൂടിയാട്ടത്തിന്, കഥകളിക്കും മീതെ ഏത് കലാരൂപമാണോ താൻ സൃഷ്ടിക്കാൻ പോകുന്നത്? പുതിയൊരു ജനകീയ കലാരൂപം. പുതിയൊരു ജനകീയ കലാരൂപം. ഗുരുതുല്യനായ ചാക്യാരെ നിന്നിച്ചുകൊണ്ട് വേദിട്ടിറങ്ങി പോകുന്ന നമ്പ്യാരെ, നിനക്കൊരു കലയും ഇണങ്ങാതെ പോകട്ടെ, ഒരു വിദ്യയും തോന്നാതെ പോകട്ടെ. വിദൂഷകന്റെ വിമർശനവും ചാക്യാരുടെ ശാപവും ഞാൻ വെല്ലുവിളിയായി സ്വീകരിക്കുന്നു. ഭരണാധിപനെയും സമൂഹത്തെയും ദുഷിപ്പിക്കുന്ന ഒരുപറ്റ ഉദരംബലികളായ സാമൂഹ്യ വിരുദ്ധന്മാർ
അവരുടെ കപടനാട്യങ്ങൾ, ഉപജാപങ്ങൾ, അവസര സേവ, സ്തുതിപാടൽ, ഭീരുത്വം മറച്ചുകൊണ്ടുള്ള ശൂരത്വം ഒക്കെയും ഞാൻ സംഭവങ്ങളാക്കും. നിശ്ചിതമായി വിമർശിക്കും. കണ്ടുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ, പ്രജ്ഞയുള്ളവർ പ്രതികരിക്കട്ടെ. ഉപാസനാമൂർത്തിയായ ഉണ്ണിക്കണ്ണനും ആശ്രിത വത്സനായ അമ്പലപ്പുഴ ദേവനാരായണ തിരുവത്സം അടിയന്റെ ആദ്യ സംരംഭത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിചൊടു സന്തതമമ്പരത്തടി പുരിയിൽ വസിച്ചരുളീടിന ഭഗവാൻ പരമാനന്ദ മയാകൃതി കൃഷ്ണൻ പരദൈവതമടിയെന്നനുകൂലം. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ജനയിതാവ്, ആക്ഷേപഹാസ്യത്തിന് തുടക്കം കുറിച്ച ഹാസ്യ സാമ്രാട്ട്. ഹാസ്യം നിമിത്തം ജനങ്ങൾ ലജ്ജിതരായാൽ അവർ ദോഷം പ്രവർത്തിക്കുകയില്ലെന്ന് വിശ്വസിച്ച സ്വദേശ കാവ്യകാരൻ. 18ാം നൂറ്റാണ്ടിലെ മാനവരാശിയെ നോക്കി കുഞ്ചൻ നമ്പ്യാർ ചിരിച്ച ചിരി ഇന്ന് 21ാം നൂറ്റാണ്ടിലെ ആരംഭത്തിലെ ഇലക്ട്രോണിക് യുഗത്തിന്റെ ദിഗന്ധങ്ങളിലും ചെന്ന് തറയ്ക്കുന്നു. അദ്ദേഹം ഹാസ്യത്തിൽ പൊതിഞ്ഞു വെച്ചു നീട്ടിയതൊക്കെയും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളായിരുന്നു, പൊള്ളുന്ന പരമാർത്ഥങ്ങളായിരുന്നു. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം, നീറ്റിലെ പോളയ്ക്ക് തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മാനുഷർ. കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധമുലകിൽ സുലഭം, കാരാസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരെ കയ്പു ശമിപ്പതുണ്ടോ തുടങ്ങിയ നമ്പ്യാരുടെ പ്രസിദ്ധങ്ങളായ ലോകോക്തികൾ ഒരു ഹാസ്യകാരനെയല്ല, തികഞ്ഞ ദാർശനികനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കാലം കോറിയിട്ട ചില ചരിത്ര വസ്തുതകളും കവി നൽകുന്ന കാവ്യസൂചനയും പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ഇനിയും പൂർണ്ണമായി അറിയപ്പെടാത്ത നമ്പ്യാരുടെ ജീവിതകഥയിലേക്ക് ഒരു എത്തിനോട്ടം. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. നാടകരചന രാജൻ കിഴക്കനേൽ. മാർഗദർശി കലാമണ്ഡലം പ്രഭാകരൻ. ഗാനങ്ങൾ ചാത്തന്നൂർ മോഹൻ. സംഗീതം MK അർജുനൻ. രംഗശില്പം ആർട്ടിസ്റ്റ് സുജാതൻ. വസ്ത്രാലങ്കാരം നാരായണൻ. കേശാലങ്കാരം പ്രകാശ് വിക്സ് ചേർത്തല. പരസ്യകല വേണു വി സ്റ്റോക്സ്. റെക്കോർഡിംഗ് സുനീഷ് ബെൻസൺ ക്രിയേഷൻസ് തിരുവനന്തപുരം. സഹസംവിധാനം പ്രേമൻ NKSA. നിർമ്മാണം ദീപ സന്തോഷ്. അവതരണം അക്ഷരകല തിരുവനന്തപുരം. ദീപ സംവിധാനവും നാടക സംവിധാനവും മീനമ്പലം സന്തോഷ്. എന്റെ ഉക്കിരമൂർത്തി പത്തിരക്കാളി വിചാരിക്കായിരുന്നു ചങ്കിന്റെ വാലിന് തെക്കത്തിക്കിലേക്കാണല്ലോ അപ്പാ പൊരുത്തം. ദോഷമല്ല ഉണ്ടോ മൂപ്പര്? ഉണ്ടല്ലോ, തെക്കത്തിക്കിലേക്കല്ലേ ചങ്കിന്റെ നിപ്പോ. മനുഷ്യന്മാര് മരിച്ചു കഴിഞ്ഞ കാല ഉയരം കെട്ടിക്കൊണ്ട് പോണത് തെക്കോട്ട പോത്തിന്റെ പുറത്ത്. ഇവിടെ കണ്ട ലക്ഷണം വെച്ച് പറയുമ്പോ നിന്റെ പൊണ്ടാട്ടി കുഞ്ഞിന്റെ ദേവത്ത് മൂന്നും കൂടിയ കവലയെ വെച്ച് മൂവന്തി നേരത്തൊരു മറുതാ കൂടിയിരിക്കണം. പെണ്ണുങ്ങളുടെ ദേവത്തെ കെന്തരവന് മറുതം കൂടിക്കഴിഞ്ഞാ ഉയരും കൊണ്ടേ പോവും. എന്റെ ചെറുപാളം തേടി പറഞ്ഞതാ അതിന്റെ തത്യം. മൂപ്പൻ എന്റെ കുടിലി വന്ന് ഒരു മന്ത്രവാദം നടത്തി മറുതേനെ ഒഴിപ്പിച്ചു. ഒരു മന്ത്രവാദം കൊണ്ടൊന്നും ഒഴിഞ്ഞു പോവില്ല കിട്ടുവേ. ഭയങ്കര ശക്തിയുള്ള മറുതായ
ദേ വരുന്നടി കരയാണ്ട് നെല്ല്. ദേ മുത്തപ്പ പൈക്കിടാൻ വരുന്ന വിളിക്കണണ്ടേ. ഞാൻ അയച്ച് കെട്ടിയ മിച്ചം ഓടി ഇങ്ങ് വരാം. മറുതന്റെ കാര്യം ഗണിച്ചു നോക്കില്ലേ? ഗണിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല കിട്ടുവേ. ഭയങ്കര ചക്കതിയുള്ള മറുതായ ചങ്ക് കയ്യിലെടുത്തപ്പോ ഒരു നാക്കാലി മൃഗത്തിന്റെ വിളി ഞങ്ങളുടെ മുമ്പിൽ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് തേവി ഊതിക്കെടുത്തുകയും ചെയ്തു. രണ്ടും പോക്കണം കേടാ. ഏറെ കൈവരുന്നു മൂപ്പം മനത് വെച്ചാൽ ഏത് വാവിയും പറഞ്ഞ ഒഴിഞ്ഞു പോകുന്ന നാട്ടിലൊക്കെ കേൾവി. കണ്ടങ്കോറിന്റെ അച്ചിക്ക് തറുതരച്ച് കൂടിയപ്പോ എത്ര മന്ത്രവാദികളാ വന്നത്. പക്ഷെങ്കിലും മൂപ്പന്റെ കയ്യിലല്ലേ എച്ചി അടങ്ങി. അതൊക്കെ ഒരു കാലം കിട്ടുവേ. ഇപ്പൊ തീരെ വയ്യാട്ടായില്ലേ. മന്ത്രവും തന്ത്രവും ഒക്കെ മറന്നു. എന്നാലും എന്റെ കുഞ്ഞിന്റെ കാര്യം കറുത്ത പച്ചത്തിന് വാവിറ്റാവട്ടെ മറുതേനെ ഒഴിപ്പിച്ചേരാ. ഇത്തിരി രത്നചക്രവും പോയില്ലേ? ഇതൊന്നും വേണ്ട കിട്ടുവേ. കൊടുതിക്കാവിൽ ഉഗ്ര കൊടുത്തിച്ചൊരു കോയിയെ കുരുതിക്ക് കൊടുക്കണം. പിന്നെ മാടത്തമ്പുരാന് കരിക്കും പയവും നേടിക്കാനും കൊടുക്കണം. മനതുറപ്പോടെ വെക്കോ. തമ്പിരാനാ ചാക്യാർ തമ്പുരാന്റെ വലിയ കുടത്തുമ്മേ ഗുമുഗുമുഗുമാന്ന് കൊട്ടണം നമ്പ്യാർ തമ്പുരാൻ. എന്റെ പൊന്നുപോലെ ദൈവങ്ങളെ, ചെറുപ്പക്കാരൻ തമ്പുരാൻ എന്തിനാണ് എന്റെ ചെറ്റ മഠത്തിലേക്ക് വരുന്നേ? ചെറ്റപ്പുരം കയറി മൂലയിലെങ്ങാനും മുണ്ടാട്ട് പതുങ്ങിയിരുന്നോടി. ചെറുപ്പക്കാരൻ തമ്പുരാക്കള് ചെറുപ്പക്കാരി വേടക്കടാത്തികളുള്ള ചെറ്റ മഠത്തിൽ വരണം നല്ല ഉദ്യോഗത്തിലല്ലടി. എടി മുണ്ടാണ്ട് കയറി പോടി അങ്ങോട്ട്. ചെറുപ്പക്കാരിയായ വേടക്കിടാത്തിയെ നശിപ്പിക്കാൻ വന്നവനല്ല ഞാൻ. ചെറുപ്പക്കാരനല്ലാത്ത ചിരുകണ്ടച്ചാർക്ക് ശിക്ഷപ്പെടാൻ വന്നവൻ. നമ്പ്യാരെ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ആശാനെ, ആശാൻ ചെറുപ്പകാലത്ത് ഭംഗിയായി കോലം തുള്ളുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആശാന്റെ സമുദായത്തിൽ ഇന്ന് കോലം തുള്ളുന്ന ചെറുപ്പക്കാരൊക്കെ ആശാന്റെ ശിഷ്യന്മാരാണെന്ന് കേട്ടിരിക്കുന്നു. തമ്പിരാൻ അറിഞ്ഞതൊക്കെ നേരെ. അന്നൊക്കെ ചിരികണ്ട കോലം തുള്ളുന്നു എന്ന് കേട്ടാൽ അടിയന്റെ സമുദായക്കാര് മാത്രമല്ല മേച്ചാതി തമ്പിരാക്കളും കാണാൻ വരുമായിരുന്നേ. 20-22 വയസ്സ് പ്രായം. അടിയന്റെ ശരീരമോ വെയ്യാതിരിക്കുകയല്ലേ. തേലിന്റെ പ്രായത്തിലുള്ള തമ്പിരാട്ടി കുട്ടികള് മുലക്കച്ചയും കെട്ടി ദൂരെ വന്ന് നിൽക്കും. അത് കാണുമ്പോ പിന്നെ എടുത്ത് പിടിച്ചൊരു കേറ്റവാ. അന്നത്തെ തമ്പുരാട്ടിമാരൊക്കെ ആശാന്റെ ആരാധ്യമാരായിരുന്നു. പിന്നല്ലാണ്ട് അന്ന് തമ്പുരാട്ടിമാരെ കണ്ടപ്പോ ശരീരം മറന്ന് തുള്ളിട്ടായിരിക്കും മുത്തപ്പന് പെണ്ണിക്കാൻ ആശാനെ, ഇനി വന്ന കാര്യം പറയാം. എനിക്ക് ആശാന്റെ കോലം തുള്ളലെന്ന് കാണണം. തമ്പുരാൻ എന്തിനാ ഈ കിഴവന്റെ കൂത്താട്ടം കാണുന്നേ? മറ്റു ചിലർക്ക് അതൊരു കൂത്താട്ടമായിരിക്കാം. പക്ഷെ അതിൽ കലർപ്പില്ലാത്തൊരു കലയുണ്ട് ആശാനെ. അതെനിക്ക് മനസ്സിലാക്കണം, പഠിക്കണം. അതെ, ഇന്നലെ കൂത്തമ്പലത്തിൽ വെച്ച് വിദൂഷകരും ചാക്യാരും അവരുടെ പാർശ്വവർത്തികളായ കുറെ സഭാവാസികളും ചേർന്ന് എന്നെ കൊണ്ട് മാപ്പൊറയിപ്പിച്ച് ആക്ഷേപിച്ച് പറഞ്ഞു വിട്ടു. ആ ചാക്യാരോട് എനിക്ക് മധുരമായി പ്രതികാരം വീട്ടണം ആശാനെ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ മുമ്പിൽ കോലം കെട്ടി ഞാൻ സ്വന്തമായി കുത്തിക്കുറിച്ച വരികൾ ഏറ്റുപാടി എനിക്ക് ആവേശത്തോടെ ഉറഞ്ഞു തുള്ളണം ആശാനെ. അതിന് ആശാന്റെ കോലം തുള്ളൽ എനിക്ക് മാർഗദർശിയാകണം. അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്റെ പുതിയ കലാരൂപത്തിന് ബാലപാഠമാകണം. ദേവി എന്ന വേടക്കിടാത്തിയുടെ മധുരമായ കോലം തുള്ളൽ പാട്ട് എനിക്ക് ഉത്തേജനമാകണം. ആ മഹത്തായ കലാരൂപം ദയവായി എനിക്ക് വേണ്ടി വന്ന് അവതരിപ്പിച്ചാൽ. ഏറ്റവും പൊന്നുകുല ദൈവങ്ങളെ, സൂര്യചന്ദ്രന്മാരെ, നക്ഷത്രങ്ങളെ, സ്വാഹാ. മുടിയും ചടയും പാപ്പും ചന്ദ്രകലയും ധരിക്കും പരമശിവനെ, സ്വാഹാ സ്വാഹാ. ഏനൊരു കാര്യം ചൊല്ലാൻ തോടുമ്പം വല്ലാതെ പൊല്ലാതെ കരള് പിടച്ചേ, വല്ലാതെ പൊല്ലാതെ കരള് പിടച്ചേ. ആകത്താവിരുന്ന് പറയപ്പെടലുള്ളുന്നേ, നക്ഷത്രക്കാവിരുന്ന് മിന്നൽ പടയറുന്നേ, നാക്കിയ തുമ്പത്തോട്ട് കുരുതിച്ചോറിത്തുന്നേ, നാക്കിന്മേ ചൂരം കുത്തി
അവിവേകമരുത്. ഒരു വിദ്യാർത്ഥിയായ എനിക്ക് മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ഞാൻ സംതൃപ്തനാടാ ശനെ. ഇന്നത്തെ തുള്ളലിന് ആശാൻ തന്നെ എനിക്ക് കോലം വരയ്ക്കണം. കച്ച കെട്ടുന്നതും കൈത്താളമിടുന്നതുമൊക്കെ ആശാൻ തന്നെ ആയിരിക്കണം. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരെ കലയുടെ ശ്രീകോവിലേക്ക് കൈപിടിച്ചിറക്കുന്നത് ആശാൻ തന്നെ ആയിരിക്കണം. അനുഗ്രഹിക്കണം ആശാനെ. തമ്പുരാനും അടിയനുമല്ല, ഗുരുവും ശിഷ്യനുമാണ്. എന്റെ പൊന്നു കുലദൈവങ്ങളെ, 80 കൊല്ലത്തെ ജീവിതത്തിനിടയില് എത്ര തമ്പുരാക്കൾ മുഖം തിരിച്ചു പോയി, എത്ര പേര് എന്റെ മുഖത്ത് നോക്കി ആട്ടി, എത്ര പേര് എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി, ഒടുവിലൊരു തമ്പുരാൻ ഗുരുനാഥനാണെന്ന് പറഞ്ഞ് അടിയന്റെ കാലിലും വീട്. തമ്പുരാ, അറിവും പോലോ ഗുരുത്വമുള്ള തമ്പുരാ വലിയവനാവും. ഭൂമി മലയാളത്തിലും ഭൂലോകത്തിലും തമ്പുരാന്റെ പേര് കേൾവിപ്പെടും. നന്നായി വാ, നന്നായി വാ. എല്ലാ സ്ത്രീകളും പുരുഷന്മാർക്ക് സ്വീകാരികളല്ല എന്ന് നാം അറിയണം. വിദ്യാർത്ഥിനി വിശകല വിവരിച്ചത വർദ്ധിക്കപ്പെടേണ്ടതായ സ്ത്രീകളെ തരാതരം തിരിച്ച് നമ്മുടെ മുമ്പാകെ നിർത്തുന്നു. പണം മാത്രം മോഹിക്കുന്നോൾ, വീടും രക്ഷിതാക്കളുമില്ലാത്തോൾ, ശയ്യോപകരണങ്ങളില്ലാത്തോൾ, രോഗമുള്ളോൾ, തീർത്ഥോപമ പരവശ പരിഹാസമാത്രേ. സഭയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ നോക്കി ചിരിക്കുന്നു. ഒന്ന് പോയിട്ടേ. പുരുഷന്മാർ എന്നെ നോക്കി ചിരിച്ച എനിക്ക് ഭയങ്കര നാണമോ ചക്കേരി ചേട്ടാ. പ്രിയപ്പെട്ട സഭാവാസികളെ, ഇന്നലെ വരെ മിഴാവ് പൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാര് വേദിയിൽ ഇരുന്ന് ഉറങ്ങിയത് മൂലം പറഞ്ഞു വിട്ടു. പകരം മറ്റൊരാളെ കൊണ്ടുവന്നു. അയാൾക്ക് പുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ നാണമാനത്രേ. ഇന്നലെ ആ ശബ്ദം നമ്പ്യാൻ കൂട്ടിയിടക്കി വെച്ച് മുടക്കിച്ചു. ഇന്നെങ്കിലും കാമപുരുഷാർത്ഥം വിനോദമായിട്ട് കിടക്കണമെന്ന് കരുതിയപ്പോ
ഞാനൊക്കെ പിലാവട്ടോ തീർത്ഥോമ പരമശ പരിഹാസമാത്രേ. എന്താണോ ചാക്യാരിയോട്ട് എന്നെ വഴക്ക് പറഞ്ഞില്ലേ? എനിക്ക് മിലാവ് കൊട്ടാൻ മനസ്സില്ല. ക്ഷമിക്കുക ക്ഷമിക്കുക. ഇന്ന് മിലാവ് കെട്ടാൻ വന്നിരിക്കുന്ന വ്യക്തി ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയുടെ പുനർജന്മമാണ്. ഇവിടെ ഭീഷ്മാചാര്യനായ ചാക്യാർക്ക് നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ചാക്യാരി ചേട്ടോ, എന്താണ് ഈ ശിഖണ്ഡി എന്ന് പറയുന്നത് ചാക്യാരി ചേട്ടന്റെ അപ്പനാ. ധിക്കാരം ഈ നവംശേഷിക്കുമെങ്കിൽ എന്റെ അപ്പനെ പറഞ്ഞിരിക്കുന്നു. ഈ ധിക്കാരി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഉത്തരവാദിത്വമുള്ളവരാരും സഭയിൽ ഇല്ലെന്നുണ്ടോ? ഇപ്പൊ മിലാവ് കെട്ടാൻ മരുന്നതൊക്കെ തികഞ്ഞ ധിക്കാരികളായിരുന്നു. അതുകൊണ്ടാണ് കൂത്തിടക്കി വെച്ച് മുടങ്ങി പോകുന്നത്. അതിന് തിരുമേനി ഒരു നിവൃത്തി മാർഗം ഉണ്ടാക്കി തരണം. ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് അടുത്ത് വരിക. ഇല്ല, എനിക്ക് പുരുഷന്മാരടുത്ത് വരുന്നത് ഭയങ്കര നാണമാറ്റേട്ടാ. ചെമ്പകശ്ശേരി നാട് വാഴുന്ന ദേവനാരായണൻ തിരുമനസിന്റെ മുഖ്യ ഉപദേഷ്ടാവും ഗുരുവുമായ സാക്ഷാൽ കൈപ്പിഴ തിരുമേനിയാ വിളിക്കുന്നതാണ്. അദ്ദേഹത്തിന് അഹിതമുണ്ടായി തിരുമനസിനോട് ഉണർത്തിച്ചാവുന്നല്ലോ. നിന്റെ തല കാണില്ല. ചിലടോ മറ്റേ തന്നെ തിരുമേനിയല്ലേ നാന്ന് പറഞ്ഞത്? ഞാൻ കരുതി എന്നെ നാവൊന്നു കാണാനാണെന്ന്. എന്താ തന്റെ നാമധേയം? സത്യവാൻ സാവിത്രി വർമ്മ. സത്യവാൻ സാവിത്രി വർമ്മയോ? അതേന്ന് എന്റെ അച്ഛനമ്മമാർക്ക് 18 അണ്ണൊക്കെ ഉണ്ടായി. 19ാമതായി അമ്മ ഗർഭം ധരിച്ചപ്പോ എല്ലാവരും കരുതിയത് പെൺകുട്ടിയായിരിക്കുമെന്ന്. പക്ഷെ അമ്മ പ്രസവിച്ചത് എന്നെയായിരുന്നു. ഞാൻ വർത്തമാനം പറയുന്നതിന്റെ തിരുമേനി ചേട്ടനോടാ. ഇടങ്കോലിൽ അതൊന്നും പോയില്ലേ? അങ്ങനെ കണ്ടുപിഴ തിരുമേനി ചേട്ടാ. കൈപ്പിഴ ചേട്ടോ. അന്ന് മുതൽ എന്റെ അച്ഛനമ്മമാരും ഏട്ടന്മാരും ഒക്കെ എന്നെ പെൺകുട്ടിയെ പോലെ വളർത്തി. കണ്ണെഴുതിച്ചു, പൊട്ടു തൊടിയിച്ചു, പെൺകുട്ടികളെ പോലെ വർത്തമാനം പറയാൻ പഠിപ്പിച്ചു. പറയുമ്പോ ചേട്ടനോടെല്ലാം പറയണമല്ലോ. ഒരു പ്രത്യേക ഗുണവിശേഷവും ദൈവം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. എന്താ അതെന്താ സാവിത്രി? എനിക്ക് മീശ മുളക്കില്ല. മൂക്കുപിഴ ചേട്ടൻ എന്നെ ഇഷ്ടായോ? മൂക്കുപിഴ അല്ല സാവിത്രി, കൈ അത് തന്നെ എനിക്ക് നിന്നെ അസ്തനോട് ബോധിച്ചിരിക്കണു. കൊച്ചൂട്ടാ, നമ്മുടെ അമ്മ ആ രംഗത്തിലെ കാലത്തിന്റെ വേലിയേറ്റം തന്നെ ഉണ്ടാവുന്നു. സൂക്ഷിക്കണം തിരുമേനി. ഇതുപോലൊരു വേലിയേറ്റം ഉണ്ടായപ്പോഴൊക്കെ തിരുമേനി ഓരോ വേളിയും കഴിച്ചിട്ടുണ്ട്. ഈ സാവിത്രിയെ തന്നെ ഒരു വേലി കൂടി അങ്ങനെ കഴിച്ചാൽ എന്താണോ? എന്നിട്ട് തിരുമേനി സ്വന്തം നിലപാടും ചോദിക്കാതെ ചാച്ചാലേ. സാവിത്രി വരിക. ഇപ്പൊ പോയിട്ട് അങ്ങനെ വിടാ. കൂത്തു കഴിഞ്ഞ ശേഷം നമുക്കതങ്ങനെ നിശ്ചയിക്കാം. എല്ലാം എന്റെ കഴുത്ത് പിഴച്ചേട്ടന്റെ ഇഷ്ടം പോലെ. അത് നീ നമ്മെ കണ്ണുപിടിയാക്കി, പിന്നെ മൂക്കുപിടിയാക്കി, ഇപ്പൊ കഴുത്തുപിടിയാക്കിയിരിക്കണു. ആലോചിച്ചിട്ട് അങ്ങനെ പറയാ. സഭാവാസികളെ, 2 ദിവസമായി നിങ്ങൾ നന്നേ മുസ്ലിം ഹിന്ദു കുറി ക്ഷമിക്കുക. നാളെ മുതൽ ഉത്തരവാദിത്വമുള്ള ഒരു മിലാവ് കെട്ടുകാരനെ കണ്ടെത്തി ഭംഗിയായി കൂത്ത് അവതരിപ്പിച്ചു കൊള്ളാമെന്ന് ഞാൻ വാക്കുകൊള്ളുന്നു. തീർത്ഥോപമ പരമശ പരിഹാസപാത്രേ. എന്താണോ നടക്കുന്നത് പോയി നോക്കിയിട്ട് വരിക. ഇനി എന്താ സഭാവാസികളെ, ആരും പോകരുത്. കൂത്താരംഭിക്കുകയാണ്. ആരും പോകരുത്. എന്താ തിരുമേനി, അപ്പോഴത്തെ എണ്ണം കളിച്ചിട്ടില്ലോ? ആരോ നിങ്ങൾ പാടുകയും തുള്ളുകയും ചെയ്യുമ്പോ കാണാനും കേൾക്കാനും നല്ല രസം. നല്ല താളം, നല്ല പാട്ട്, നല്ല നൃത്തം. ഞാനങ്ങോട്ട് പോകും. ഒറ്റയാട്ടം വരുന്നില്ലേ?
വാക്ക് കേൾക്കാൻ, ഈ സഭയിൽ കൂത്ത് കേൾക്കാൻ ഒരു ഈച്ച പോലും ഇല്ല. ഒന്ന് പോയിട്ടേ ഞാൻ രണ്ടുപേരുടെ മുമ്പിലെങ്കിലും ഈ കൂത്തൊന്ന് മുന്നോപ്പിച്ചോട്ടെ. ഈ കൂത്ത് ഞാനൊന്ന് മുടിച്ചോട്ടെ. വിഷമം തോന്നരുത് ചാച്ചാനെ. കേട്ടിടത്തോളം തുള്ളൽ ബഹു കേമായിരിക്കുന്നു. തൽക്കാലം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നവരോട് കൂത്ത് പറയാം. ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ, ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ, നിന്റെ കൂത്തുകേൾക്കാൻ ആരുമില്ലാത്തതെന്തടോ, കൂത്തുകേൾക്കാൻ ആരുമില്ലാത്തതെന്തടോ. ഉദ്ധതനാകുന്ന ഭീമസേനൻ തന്റെ പദ്ധതി മധ്യേ മുടക്കി കിടക്കുന്ന വൃദ്ധനായൊരു ബലിമുഖനെ കണ്ടു, ക്രുദ്ധനായി പറഞ്ഞിടിനാനഞ്ജസ, നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന, നമ്മുടെ മാർഗെ കിടക്കുന്ന ആർക്കടാ നീ അങ്ങു മാറിക്കടാ ചടാ, നമ്മുടെ മാർഗെ കിടക്കുന്ന മക്കടാ നീ അങ്ങു മാറിക്കടാ ചടാ. ദുഃഖടസ്ഥാനത്തു വന്നു ശയിപ്പാൻ, ദുഃഖടസ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി, ദുഃഖടസ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ. ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത, ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ, ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ. കാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ, നിന്റെ കാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ, നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടോ, കാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ, നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടോ, കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടോ, കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടോ. നോമുകൾ എഴുന്നള്ളിരിക്കണത് തുള്ളൽ കാണാൻ വേണ്ടി തന്നെയാ. അതിനു മുമ്പ് തുള്ളൽ കാണുമെന്ന് പരിചയപ്പെടണല്ലോ. വേണ്ടേ? വേണം. അതെ, എന്താ തന്റെ പേര്? അയ്യോ, തിരുമേനിക്ക് മനസ്സിലായില്ല. അടിയൻ കൊട്ടാരത്തിൽ തിരുമനസിന്റെ ആശ്രിതനായി കഴിയുന്ന ലക്കിടി ദേശക്കാരൻ കുഞ്ചൻ തമ്പിയാണ്. തന്റെ മുഖത്തെഴുത്ത് കാരണം നമുക്ക് തീരെ മനസ്സിലായില്ലടോ. അല്ല, അപ്പൊ താൻ ഈ കൂത്തൊക്കെ നിർത്തി തുള്ളൽ പണി ആരംഭിച്ചോ? ഓ, തന്റെ തുള്ളൽ ബഹുകേമായിരിക്കണോ തമ്പിയാലേ. ആരാ ഈ പെൺകിടാവ്? കുട്ടി എന്താ ഇയാളുടെ പിന്നീട് പറഞ്ഞേക്കണത്? ഇങ്ങോട്ട് വരിക, നമ്മൊന്ന് കൺപാർക്കട്ടെ. അവള് പ്രായപൂർത്തിയായ പെൺകൊച്ചല്ലേ തമ്മിലാണ് ശരത്തിന് മുന്നിൽ വെട്ടപ്പെടാൻ നാളാന്നേ. ദേവിയുടെ അസാമാന്യമായ മുഖശ്ശേരി നമുക്ക് അങ്ങനെ ഇഷ്ടപിടിച്ചിരിക്കണു. പിന്നെ ദേവിയുടെ പുന്നയ്ക്ക തന്നെ തല പാട്ട്, അതും നമുക്ക് ആശ്രയം ബോധിച്ചിരിക്കണു. എന്താ നമ്പ്യാരെ ഇങ്ങനെ അമാദിച്ച് നിൽക്കണത്? താങ്കളുടെ പുതിയ കലാരൂപം കാണാനല്ലേ നോമിങ്ങനെ എഴുന്നള്ളിരിക്കണത്? അതങ്ങനെ തുടങ്ങാം. എന്താ ആഭാസമാണ് നടക്കുന്നത്? സംശയം എന്താ? കൂത്തമ്പലത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് ഓടിപ്പോന്നിരിക്കുന്നു. കൂത്ത് പറയാനും കേൾക്കാനും ചാക്യാർ മാത്രം. ഇതിൽ പല ഒരു ആക്ഷേപം സംഭവിക്കാനുണ്ടോ? ചാക്യാർ പലരെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ തിരിച്ചടിയായിരിക്കും. തിരുമനസത്തിൽ തീരുമാനമെടുത്ത ശേഷം താൻ ഇനി ഇവിടെ തുള്ളിയാൽ മതി. അതുപോലെ പാട്ടും തുള്ളലും നിർത്തിവെക്കുക. പാട്ടും തുള്ളലും തുടരുക. അതെ, അച്ഛന്റെ മകൾ രാജലക്ഷ്മി. ഞാൻ മാത്രമല്ല സാർ, അമ്മയും സഭയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു നമ്പ്യാരാശന്റെ തുള്ളല് കാണാൻ. വർഷങ്ങളായി അച്ഛന്റെ വിരസമായ കൂത്ത് കേട്ട് നാട്ടുകാർ തന്നതുപോലെ ഞങ്ങൾക്ക് തല മരവിച്ചിരിക്കണു. ആ സ്ഥിതിക്ക് പുതിയൊരു കലാരൂപം ഉണ്ടാവുമ്പോ കാണാൻ
കല എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടമായിരിക്കും. നമ്പ്യാരാശന്റെ കലാരൂപം അസാധ്യമായ വിരുന്ന് തന്നെയാണ്. ആശാന്റെ പാട്ടും തുള്ളലും സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുക. ദയവായി ഒന്നുകൂടി ആവർത്തിക്കുക. പിന്നെ ഒരു പിന്നണി പാട്ടുകാരിയായി ഞാൻ കൂടിക്കട്ടെ ആശാനെ. കൃത്യമായ സ്വാഗതം. ചാട്ടത്തിൽ നിന്നു പിടച്ചുപോയോ നിന്റെ, ചാട്ടത്തിൽ നിന്നു പിടച്ചുപോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടോ, ചാട്ടത്തിൽ നിന്നു പിടച്ചുപോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടോ, തെറ്റെന്നെഴുന്നേറ്റുപോ തെറ്റെന്നെഴുന്നേറ്റുപോയി കാണി ആപത്ത് പറ്റിയിടുമെന്ന് ധരിക്ക നീ വാനര, തെറ്റെന്നെഴുന്നേറ്റുപോയി കാണി ആപത്ത് പറ്റിയിടുമെന്ന് ധരിക്ക നീ ആപത്ത് പറ്റിയിടുമെന്ന് ധരിക്ക നീ വാനര. സഭാവാസികളെ, ഞാൻ സംതൃപ്തനാണ്. എന്നിൽ നിന്ന് പിന്നണി പാട്ടുകാരിലേക്ക്, പിന്നണി പാട്ടുകാരന്റെ രംഗവാസികളിലേക്ക്, രംഗവാസികളിൽ നിന്ന് സഭാവാസികളിലേക്ക് എന്റെ പുതിയ കലാരൂപം സംക്രമിച്ചിരിക്കുന്നു. എന്റെ കലയെ നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ സന്തോഷവാനായി. ക്ഷേത്രവളപ്പിൽ നിന്റെ തുള്ളൽ ഇന്ന് ആദ്യത്തേതും അവസാനത്തേതുമായിരിക്കും. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ നിന്റെ പാദസ്വേമം ചെയ്തിരിക്കും. സത്യം സത്യം. നേരായ മാർഗം വെടിഞ്ഞു നടക്കില്ല, ആരോടുമിജ്ജനം തോൽക്കയുമില്ലടോ, ആരോടുമിജ്ജനം തോൽക്കയുമില്ലടോ. അറിയാതെ ഇല്ലത്ത് കൊണ്ടുപോയി നമ്മുടെ ദേവിയുടെ കൈലങ്ങനെ ഏൽപ്പിക്കാം. തിരുമേനി ഇതുപോലെ പലതും അടിച്ചു മാറ്റിയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ തിരുമനസഭടന്മാരെ കണ്ടുപിടിച്ചാൽ മോഷണ കുറ്റത്തിന് അടിയും ശിക്ഷ വേണ്ടി വരില്ലേ? തിരുമനസിന്റെ ഗുരുനാഥനും ഉപദേഷ്ടാവുമാകണു. വിലപിടിപ്പുള്ളത് എന്തും നമുക്ക് കൊട്ടാരം എടുക്കാം. എന്താ മനസ്സിലായോ? മനസ്സിലായി. 2 ദിവസത്തിന് മുമ്പാണല്ലോ 5 പവന്റെ ഒരു അടിയിൽ തിരുമേനി അടിച്ചു മാറ്റിയത്. ഇങ്ങനെ പോയ തിരുമനസിന്റെ ചെങ്കോര അവിടുന്ന് മോട്ടിക്കില്ല. ആ അടിയന്റെ പേര് വന്നാ തിരുമനസിന്റെ പാട്ട ആ മൈഷിയുടെ അരേക്കണക്കിന് അരഞ്ഞാണം വരെ നോമ്പ് അടിച്ചു മാറ്റിയിരിക്കും. അത് നമുക്ക് ജന്മനാ കിട്ടിയ ഒരു സിദ്ധിവിശേഷമാണ്. ഞങ്ങളുടെ കൂടിക്കൂടാ. അതിൽ നിലവിളക്കണം. എന്താ കോരുക നീ നിന്ന് തപ്പണേ? അല്ല തിരുമേനി, അടിയന്റെ അരയില് ഒരു പഴയ വെള്ളി അടിഞ്ഞാണം കിടന്നിരുന്നു. അതെങ്ങാണം തിരുമേനി അടിച്ചു മാറ്റിയെന്ന അടിയൻ കണ്ടെങ്കിൽ നമ്മുടെ പിന്നീട് പതിച്ചു നിന്നോ. ഒന്ന് പോയിടേ തിരുമനസ് ക്ഷേത്ര ദർശനം കഴിഞ്ഞപ്പോ എഴുന്നള്ളൂടോ. എന്തിനാ നീങ്ങനെ പോന്നേ? ചേട്ടാ, കൊട്ടാരത്തിലെ തോഴിമാരും പരിചാരകരും ഒക്കെ എന്നെ കളിയാക്കുന്നു, കണ്ണിറക്കി കാണിക്കുന്നു, കൈമാടി വിളിക്കുന്നു. അവർക്കെല്ലാം എന്നെ ഒന്ന് പരിശോധിക്കണമെന്ന്. എന്താ ചേട്ടാ എന്നെ ഇത്ര കൂടുതൽ പരിശോധിക്കാൻ? അത്രയ്ക്കായോ അവളുമായിട്ട് ധിക്കാരം? പിന്നെ ചേട്ടാ, നമ്മുടെ കൊട്ടാരത്തിൽ അടുക്കളയിൽ അരയ്ക്കാൻ നിൽക്കുന്ന ഭാനുമതി പിള്ള ചേച്ചിയില്ലേ, അവരിന്നലെ എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. എനിക്കങ്ങ് ഭയങ്കര ലജ്ജ തോന്നി ചേട്ടാ. എന്റെ കൃഷ്ണ, എടോ തന്റെ പാവത്തോർത്താണ് തനിക്ക് നാം കൊട്ടാരത്തിന് അടുക്കള പണി വാങ്ങി തന്നത്. താനും ആ സ്ത്രീയും കൂടി അവിടെ ഒക്കെ ശുദ്ധാക്കിയോ? എന്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പോയിക്കോളാം. പെട്ടെന്ന് വരണേട്ടാ, ഇല്ലെങ്കിൽ എന്റെ പാതിപത്യം നഷ്ടപ്പെട്ടാലോ. പോട്ടെ. കൊച്ചൂട്ടനായിരുന്നു. ഇനി വന്നേ മോനെ, ചേച്ചി ഒരു ഇങ്ങനെ കിണ്ടി. ചെമ്പകശ്ശേരി ദേവനാരായണൻ തിരുമനസിലേക്ക് തകഴി നീലകണ്ഠ തിരുമുൽപ്പാട് വക കാഴ്ചദ്രവ്യം
മോനെ കൊച്ചുട്ടാ, ചേച്ചിയോട് പറയടാ, ഈ കിണ്ടി എങ്ങനെ നിന്റെയിൽ വന്നു പറയടാ മോനെ. നിങ്ങൾ വരാനാ പറഞ്ഞത്. കടന്നു പോണ്ടോ ഇതൊക്കെ കോട്ടാൻ തന്നെ ആഴ്ച പുറത്താക്കും. അടിച്ചു മാറ്റിയതാണല്ലേ കിണ്ടികളാ. തുള്ളിയത് കടന്നു പോടോ നപുംസകം ചികണ്ടി. ഇനി ഇങ്ങനെ വിളിക്കരുത്. വിളിച്ചാൽ തന്നെ എന്ത് ചെയ്യണോ? ചികണ്ടി നപുംസകം ഒറ്റ കൂത്തും. വീട്ടുകാർ ആക്ഷേപിച്ച്, നാട്ടുകാർ ആക്ഷേപിച്ച്, ശിഖണ്ഡി നപുംസകം. ഇല്ല, ഞാൻ ആളായി തിരിച്ചു വരും. അമ്മ കാക്ക മടങ്ങ് പറഞ്ഞു. തന്റെ അപ്പന്റെ വയലിലേക്ക് കൊണ്ടുപോടാ പാനര. കൊണ്ടുപോടോ ഈ ഇല്ലത്തേക്ക്. നിങ്ങൾ എന്റെ കരുത്തിട്ട് നമ്പ്യാർ തുള്ളി വീഴും ഞാൻ തിരുമനസിനെ അറിയിച്ചിട്ടുണ്ടോ? ഉടനെ ഒരു തീരുമാനം എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടോ? പക്ഷെ ഇന്ന് അയാൾ അവിടെ തുള്ളിയാൽ ഞാൻ അയാളുടെ പാദസേവ ചെയ്യാമെന്ന് സത്യം ചെയ്തിരിക്കുക. തിരുമേനി, അടിയന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതിനിപ്പോ നോമെന്നാ ചെയ്യേണ്ട ചാക്കാരെ. തിരുമേനി പറയുന്നതിനപ്പുറം തിരുമനസ് ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ക്ഷേത്ര വളപ്പിൽ നമ്പ്യാരുടെ തുള്ളത് എന്നേക്കുമായി ഒന്ന് അവസാനിപ്പിച്ചേരാൻ ദയവുണ്ടാവണം. തിരുമേനി, അടിയന്റെ എള്ളി ഒരു പാരിതോഷികം. എന്താ ചാക്കാരെ ഇത്? ചാക്കാരിന്റെ കയ്യിൽ നിന്ന് നോമ്പ പാരിതോഷികം വാങ്ങേ. ഇനി വേണ്ട അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ആച്ചാല് നമുക്ക് വേണ്ട പാരിതോഷിക്കാൻ മറ്റൊന്നാണ്. എന്താ? ഇന്നലെ എണ്ണക്കളിത്തട്ടിൽ വന്ന തട്ടൊരു മഹൾ ഉണ്ടല്ലോ, രാജലക്ഷ്മി. രാജലക്ഷ്മിയുടെ മടി രാജലക്ഷ്മിയുടെ പട്ടിമൊത്ത ശരീരവും ഇമ്പമാർന്ന ശരീരവും നമുക്കങ്ങനെ ഇഷ്ടപ്പെടിച്ചിരിക്കണു. രാജലക്ഷ്മിയെ ബാന്ധവം ചെയ്യാൻ നോം ആഗ്രഹിക്കണോ? എന്താ സമ്മതല്ലാന്നുണ്ടോ? അവർ തീരെ ചെറിയ കുട്ടിയാണ് തിരുമേനി. 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. എങ്കിൽ നമുക്ക് ബഹുശക്തിയായി. അതിപ്പോ സമ്മതാച്ചാലല്ല. പക്ഷേ നമ്പ്യാര് ഇന്നവിടെ തുള്ളിയിരിക്കും. പോയിക്കൂടാ തിരുമേനി, എന്റെ മകളുടെ ജീവിതം ഹോമിച്ചിട്ടായാലും വേണ്ടില്ല. എന്റെ കലാപ്രസ്ഥാനത്തിന് മുകളിൽ മറ്റു കലാരൂപം ഉയർന്നു വരാൻ പാടില്ല. ചാക്യാന്മാരുടെ അന്തസ്സും നിലനിൽപ്പും പാരമ്പര്യവും ഒരു പരദേശി നമ്പ്യാരുടെ മുമ്പിൽ അടിയറ വയ്ക്കാൻ പാടില്ല. എന്റെ മകളെ അങ്ങേക്ക് ബാന്ധവം നടത്തി തന്നാൽ പിന്നൊരിക്കലും നമ്പ്യാരവിടെ തുള്ളിലോ? ശരി, എന്റെ മകൾ രാജലക്ഷ്മി അങ്ങേക്ക് ബാന്ധവം നടത്തി തരാൻ ഞാൻ സമ്മതിച്ചിരിക്കണം. അപ്പൊ നമ്മള് ബന്ധുക്കളായിരിക്കണോ? തിരുമേനി അറിഞ്ഞില്ലേ വിശേഷങ്ങൾ? അടിയന്റെ ഇന്നലത്തെ തുള്ളലിനെ കുറിച്ച് നാട്ടുകൂട്ടങ്ങളിലൊക്കെ വല്ലാണ്ട് പ്രസിദ്ധി പരന്നിരിക്കുന്നു. ഇന്നത്തെ അടിയന്റെ തുള്ളല് കാണാൻ ആലപ്പുഴ നിന്നും തകഴിയിൽ നിന്നുമൊക്കെ നാട്ടുകൂട്ടങ്ങൾ എത്തുമെന്നാ കേൾവി. അല്ല, കൂത്തു കേൾക്കാൻ ചാക്യാര് കൂലിക്ക് വാളോരെ വിളിക്കാൻ നടക്കുന്നതായി പറഞ്ഞു കേട്ടു. നാടോടി നമ്പ്യാരെ പരിഹാസം നിർത്തുക. കൽപ്പിട തിരുമേനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം താൻ ഇനി തുള്ളില്ല. തുള്ളിയിരിക്കും. കലാഹൃദയനും കലാകാരനെ ബഹുമാനിക്കുന്നവരെ തിരുവനസ് അടിയന്റെ പുതിയ കലാരൂപത്തിന് പട്ടുമളയും നൽകി ആദരിച്ചിരിക്കുന്നു. തനിച്ചിരുന്ന് പട്ടുമളി അടിക്കില്ല, തട്ടും പെട്ടുപോയി. അതെ, തിരുമനസിങ്ങോട്ട് എഴുന്നള്ളി എത്തിക്കോട്ടെ. കാണാം നമുക്ക് പൂരം കാണാം. പൊടി പൂരമായി തന്നെ കാണാം. ദേവനാരായണൻ തിരുമനസുകൊണ്ട് രാജസഭയിലേക്ക് എഴുന്നള്ളുന്നു. അനന്തപുരിയിൽ നിന്നും മാർത്താണ്ഡവർമ്മ സൈന്യങ്ങളെയും കൂട്ടി വടക്കോട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ സേനാധിപർ മാത്തൂർ പണിക്കരിൽ നിന്ന് നമുക്ക് സന്ദേശം ലഭിച്ചിരിക്കുന്നു. ചെമ്പകശ്ശേരി നാടിനെ നമ്മുടെ അധികാരത്തിന് കീഴിൽ സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള പദ്ധതികളെ കുറിച്ചുള്ള തിരക്കിട്ട കൂടിയാലോചനയിലായിരുന്നു നാം. അപ്പോൾ കേൾക്കുന്നു, നാടകശാലയിൽ 3 ദിവസമായി കൂത്തുമുടങ്ങിയെന്ന്. ചാക്യാരുമായി ശണ്ടം കൂടി ഇറങ്ങിയ നമ്പ്യാർ എണ്ണക്കളിത്തട്ടിൽ കോലത്തുള്ളിയാടുന്നു എന്ന് കേട്ടു. നമ്മുടെ ആശ്രന്മാരൊക്കെ നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുകയാണോ തിരുമനസേ? പാലക്കാട് നിന്ന് വന്ന പരദേശിയായ നമ്പ്യാരെ തിരുമനസ് വല്ലാതൊക്കെ സ്നേഹിച്ചു. ഫലമോ നമ്പ്യാരെ ധിക്കാരിയും അഹംഭാവിയായി മാറിയിരിക്കുന്നു. ധിക്കാരും അഹംഭാവവും ചാക്യാർക്കാണ് തിരുമനസേ. താനെന്തിനാ എണ്ണക്കളിത്തട്ടിൽ കോലത്തുള്ളിയാടിയത്? അടിയന്റെ പഴ മനസ്സിൽ തോന്നിയ ചില കവിതാശകലങ്ങളൊക്കെ അടിയൻ അങ്ങോട്ട് കുത്തിക്കുറിച്ചു. കല്യാണ സൗഗന്ധികം കഥ,
അത് പുതിയ ഈണത്തിലും താളത്തിലും ശൈലിയിലുമൊക്കെ ചിട്ടപ്പെടുത്തി അടിയനെന്ന് തുള്ളി നോക്കി. നല്ല വിജയമായിരുന്നേ. തിരുവുള്ളക്കേടുണ്ടാകരുത്. നമുക്ക് സന്തോഷമായി. നമ്പ്യാരെ കലാദേവത അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന അറിവ് നമ്മെ സന്തുഷ്ടനാക്കുന്നു. നമ്പ്യാരെ, ഇന്നത്തെ തന്നെ തുള്ളൽ ബഹുക്ഷേമമായിരിക്കണം. ഇന്ന് രാത്രി തുള്ളൽ കാണാൻ നോമും അങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട്. അടിയൻ ധന്യനായി. കലാഹൃദയനായ അങ്ങ് അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ചാൽ. അരുത്, നിലവാരിക്കാത്ത സാഹിത്യം, മ്ലേച്ഛമായ തുള്ളൽ, അതൊരു കലാഭാഷായിരുന്നു. നമ്പ്യാർക്ക് താളബോധം തീരെ ഇല്ലേ? ഹനുമാനെയും ഭീമസേനയൊക്കെ ജടാ പോടാന്നൊക്കെ വിളിച്ച് മാത്രമോ പവിത്രമായ എണ്ണക്കൽ തട്ടിൽ 2 ഹീനജാതിക്കാരെ പ്രവേശിപ്പിച്ച് അശുദ്ധമാക്കിയിരിക്കുന്നു. ഹീനജാതിക്കാരെ പ്രവേശിപ്പിച്ച് കടുത്ത അശുദ്ധമാക്കുക സത്യമാണോ? സത്യമാണോ എന്ന്? ഹീനജാതിക്കാർക്ക് ചുറ്റമ്പലത്തിലല്ലേ പ്രവേശനം നിർവഹിച്ചിട്ടുള്ളൂ. കളുത്തട്ടിൽ പ്രവേശനം നിർവഹിച്ചിട്ടില്ലല്ലോ. തിരുമനസേ, നമ്പ്യാരിക്ക് ഒരിക്കലും അവിടെ തുള്ളിക്കാതെ നോക്കി ആൾക്കാർക്ക് വാക്ക് കൊടുത്തു പോയി. അതിന് ഭംഗം സംഭവിക്കാൻ പാടില്ല. തിരുമനസ് എന്ന് പറയണു. ചെമ്പകശ്ശേരി ദേവനാരായണന്മാർ പാരമ്പര്യമായി ഗുരുനാഥന്മാരെ ആദരിച്ചിട്ടുള്ളവരാണ്. ആ കീഴ്വഴക്കം നാം ലംഘിക്കുന്നില്ല. കൈപ്പഴ തിരുമേനിയുടെ വാക്കിനെ നാം അംഗീകരിക്കുന്നു. ഹീനജാതിക്കാർ പ്രവേശിച്ച് അശുദ്ധമാക്കിയ കളിത്തട്ടിൽ വിധിപ്രകാരം കലശം നടത്തി ശുദ്ധീകരിക്കാൻ നാം കൽപ്പിക്കുന്നു. മേലിൽ ക്ഷേത്ര പരിസരത്തോ കളിത്തട്ടിലോ നമ്പ്യാരെന്നല്ല മറ്റാരും തന്നെ തുള നടത്താൻ പാടില്ലെന്ന് നാം കർശനമായി കൽപ്പിച്ചിരിക്കുന്നു. നമ്പ്യാരെ, കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിച്ചാൽ കൈയും കാലും ഛേദിച്ച് കാരാഗ്രഹത്തിലടയ്ക്കുമെന്നും മറക്കാതിരിക്കുക. അപ്പോ താൻ നമുക്ക് തയ്യ വാക്ക് അതടിയൻ പാലിച്ചിരിക്കും. കൽപ്പിച്ച് കിട്ടിയ പട്ടുമളയും കളയാതെ സൂക്ഷിക്കണേ. ഒരു മഹാകവി വന്നിരിക്കുന്നു. താൻ ആ എഴുത്താടി വലിച്ചെറിഞ്ഞിട്ട് കൂത്തമ്പലത്തിലേക്ക് പാടുവോ? ഒരു മിലാവ് വോട്ട് കാണാൻ തനിക്ക് എപ്പോഴും സ്വാഗതം. കലാദേവതേ, കാർവർണ്ണ, ഈ വൈതരണി തരണം ചെയ്യാൻ അടിയന് ശക്തി നൽകൂ. കാവ്യശക്തി നൽകൂ. തലാങ്ക് തത്തിങ്കിണ്ണത്തെ എന്നാലിനിയൊരു കഥയുര ചെയ്യാം, എന്നാലിനിയൊരു കഥയുര ചെയ്യാം. എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ, എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ നന്നായി വരുവതിലെല്ലാ ജനവും, നന്നായി വരുവതിലെല്ലാ ജനവും നമ്മെ അനുഗ്രഹമേകിടേണം, നമ്മെ അനുഗ്രഹമേകിടേണം. ഗോവിന്ദ മുകുന്ദ മുരാന്തക, ഗോവിന്ദ മുകുന്ദ മുരാന്തക, ഗോപാല ഹരി
മധുസൂദന നീ വന്നു വിവാഹം ചെയ്യണം നീ വന്നു വിവാഹം ചെയ്യണം നീ വന്നു വിവാഹം ചെയ്യണം ഏവമിവൽക്കഭിമതമധുന. നന്നായി രാജലക്ഷ്മി, വളരെ നന്നായി. എത്ര പെട്ടെന്നാണ് നീ താളവും ചലനങ്ങളും ഭാവങ്ങളും ഒക്കെ സ്വായത്തമാക്കിയത്. ആശാന്റെ അഭിനന്ദനങ്ങൾ. വർമ്മ, നിങ്ങളെത്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? രാജലക്ഷ്മി ചേച്ചിയുടെ തുള്ളൽ കാണാൻ. ചേച്ചി കൈയും കാലും വിളക്കി തുള്ളുന്നത് കാണുമ്പോ എനിക്ക് ഭയങ്കര നാണം തോന്നിയേ. ആശാനെ എന്നെ കൂടെ തുള്ളൽ പഠിപ്പിക്കുവോ? പിന്നെ വേറെ ചേലായിരിക്കും. നപുംസകം തുള്ളുന്ന കണ്ടാ പിന്നെ കാണികൾക്ക് നേരം പോക്കിന് മറ്റൊരു പറയാൻ വേണ്ടല്ലോ. ഞാൻ ചേച്ചിയോട് മിണ്ടൂല. ആശാനെ എന്നെ തുള്ളൽ പഠിപ്പിക്കുവോ? വർമ്മ, നിങ്ങൾക്ക് ഇപ്പൊ താളനിശ്ചയം ഉണ്ടായിരിക്കാം. പക്ഷെ തുള്ളൽ പഠിക്കുന്നതിന് ഭാവം, ലാസ്യം, പദങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാനുള്ള കഴിവ് ഇതൊക്കെ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ കഴിവൊന്നുമില്ലല്ലോ. നിങ്ങൾ കൊട്ടാരത്തിൽ അടുക്കള പണി ചെയ്താൽ മതി. പൊയ്ക്കുള്ളൂ. എന്നാലിനിയൊരു കഥ ഉര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. എന്നാലിനിയൊരു കഥ ഉര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. ആശാൻ ചേച്ചിയെ തുള്ളൽ പഠിപ്പിക്കുമ്പോ ഞാൻ എന്നും വന്നിന്ന് ഒളിഞ്ഞു നോക്കി പഠിച്ചതാ. നിങ്ങളുടെ കുടുംബത്തിൽ കലാകാരന്മാരാരെങ്കിലും ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ വലിയൊരു കഥകളിക്കാരനായിരുന്നു. അവസാനത്തെ കുട്ടിയായി എന്നെ പെൺകുട്ടിയെ പോലെ ലാളിച്ചു വളർത്തിയത് അച്ഛനാ. അച്ഛനങ്ങ് മരിച്ചപ്പോ ഏട്ടന്മാരെല്ലാം എന്നെ വെറുത്തു. ആദ്യമായി എന്നെ ആണും പെണ്ണും കെട്ടവനെന്ന് വിളിച്ചത് എന്റെ ഏട്ടന്മാരാ. അങ്ങനെ ഞാൻ വീട് വിട്ടിറങ്ങി. പക്ഷെ കൊട്ടാരത്തിലെത്തിയപ്പോ അവിടെയും എല്ലാവരും എന്നെ ശിഖണ്ഡി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു, അവഗണിക്കുന്നു. ആശാനെ, ഞാൻ ശിഖണ്ഡിയാണോ ആശാനെ? അല്ല, നിങ്ങളൊരു കലാകാരനാണ്. ഒളിഞ്ഞു നിന്ന് ഇത്രയും സമർത്ഥമായി പഠിച്ച വർമ്മ അർഹമായ ശിക്ഷണം ലഭിച്ചാൽ ആകാശത്തോളം വളരില്ലെന്ന് ആര് കണ്ടു? ഞാൻ വർമ്മയെ വ്യക്തിത്വമുള്ള ഒരു പുരുഷനാക്കാം, തുള്ളൽ പഠിപ്പിക്കാം, കീർത്തി കെട്ടൊരു കലാകാരനാക്കാം. എന്താ, സന്തോഷമായില്ലേ? മതി. അങ്ങനെ തുള്ളല് പഠിച്ച് കേൾവിപ്പെട്ട ഒരു കലാകാരനായിട്ട് വേണം എന്റെ കോവിലകത്തേക്ക് എനിക്ക് മടങ്ങിച്ചെല്ലാൻ. എന്നെ ശിഖണ്ഡി എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഏട്ടന്മാരുടെ മുന്നിൽ എനിക്ക് തളരുവോളം തുള്ളിയാടണം. എന്നിട്ട് അഭിമാനത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയണം, ഞാൻ കലക്കത്തു നമ്പ്യാരാശാന്റെ ശിഷ്യനാണെന്ന്. ശിഷ്യസമ്പത്ത് വർദ്ധിച്ചു വരികയാണല്ലോ. പാവം വർമ്മ, അയാൾ എന്റെ പ്രസ്ഥാനത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. രാജലക്ഷ്മി, ഇന്നത്തെ അഭ്യാസം നമുക്കൂടെ നിർത്താം. രാജലക്ഷ്മി നന്നായി ക്ഷീണിച്ചിരിക്കുന്നു. ഇല്ല ആശാനെ, രുക്മിണി സ്വയംവരത്തിലെ ഈ പദം അങ്ങയുടെ മുമ്പിൽ എത്ര നേരം ചൊല്ലി ആടിയാലും ഞാൻ ക്ഷീണിക്കുകയില്ല. വിശപ്പും ദാഹവും അറിയില്ല. എന്തോ എനിക്കറിയില്ല. ആട്ടെ, രുക്മിണിയുടെ വർണ്ണനെ ഇത്രയും കൃത്യമായി കുത്തിക്കുറിക്കുമ്പോ അങ്ങയുടെ മനസ്സിൽ ആരായിരുന്നു? ചാക്യാർ മഠത്തിൽ മിഴാവ് കൊണ്ട് അഭ്യസിക്കുമ്പോഴൊക്കെ കിളിവാതിലൂടെ പാളി നോക്കിയ കൗശലക്കാരി പെണ്ണിന്റേതായിരുന്നു. സത്യം? സത്യം. പക്ഷെ ആ സത്യമൊക്കെ ഇന്ന് മിഥ്യയാകില്ലേ രാജലക്ഷ്മി? തിരുമനസ്സുകൊണ്ട് തുള്ളൽ നിർവഹിച്ചിരിക്കുന്നു. ചാക്യാരാശാനും കൈപ്പുഴ തിരുമേനിക്ക് എന്നോട് കടുത്ത നീരസുന്ദരമാണ്. പിന്നെ എന്തിന് ഞാൻ കാവ്യം രചിക്കുന്നു? എന്തിന് നമ്മൾ തമ്മിൽ മാനസികമായി അടുക്കുന്നു? ഈ ക്ഷേത്രത്തിലും പരിസരത്തും അല്ലേ തുള്ളൽ നിരോധിച്ചിട്ടുള്ളൂ. നമുക്ക് പുറംനാട്ടിൽ പോയി തുള്ളാമല്ലോ. ആശാൻ രചിക്കുന്ന എല്ലാ കാവ്യങ്ങളും ഞാൻ മനഃപ്പാഠമാക്കും. ആശാന്റെ ശിക്ഷണത്തിൽ അത് ചിട്ടപ്പെടുത്തും. എന്നിട്ട് അത് പുറംനാട്ടിൽ അവതരിപ്പിച്ച് നമുക്ക് പ്രസ്ഥാനം കൊണ്ട് വളർത്താം ആശാനെ. എന്നിട്ട് വളരെ സാവകാശത്തിൽ അച്ഛന്റെ പിണക്കമൊക്കെ മാറുമ്പോ ഈ രാജലക്ഷ്മിയെ പെണ്ണാലോചന നടത്തി മംഗളം കഴിക്കണം. എന്തായിരുന്നു രാജലക്ഷ്മി അടുത്തുള്ളപ്പോ മനസ്സിന്റെ ഭാരം ഒക്കെ കുറയും. ആ കടകളിലേക്ക് നോക്കിയിരുന്നാൽ പുതിയ വരികൾ എഴുതാനുള്ള പ്രചോദനം. രാജലക്ഷ്മി, നിന്റെ മോളെ വശീകരിച്ചിരിക്കുന്നു. അയാൾ അവളെ നശിപ്പിക്കും. എന്താ നമ്മെ കേൾക്കുന്നതൊക്കെ സത്യമാണോ? അടിയൻ വശീകരിച്ചില്ലേ? നശിപ്പിക്കുകയില്ല. അടിയനും രാജലക്ഷ്മിയും പരസ്പര സ്നേഹത്തിലാണ്. അതെ തിരുമനസേ, വർഷങ്ങളായി അടിയങ്ങൾ സ്നേഹത്തിലാണ്. ആ ബന്ധത്തിന് അച്ഛന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു.
തിരുമനസ് തന്നെ ഇടപെട്ട് ഞങ്ങളുടെ ഈ വിവാഹം നടത്തി തരാൻ കനിവുണ്ടാവണം. ആയിക്കോട്ടെ, അപ്പോ നമ്മുടെ കാർമ്മിത്യത്തിൽ തന്നെ വിവാഹം നടത്താം. അയ്യോ പാടില്ല, എന്റെ മോളം തപ്പിച്ചും കാര്യം പറയാം. എന്റെ മോക്കി നമ്പ്യാർ കൂടോത്രം ചെയ്തു കൊടുത്തിരിക്കുക. അതുകൊണ്ട് തിരുമനസിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആയിക്കോട്ടെ. രാജലക്ഷ്മി കൊട്ടാരത്തിലെത്തി നമ്പ്യാരെ കാണാറുണ്ടെന്നും നമ്പ്യാർ മഠത്തിലെത്തി രാജലക്ഷ്മിയെ കാണാറുണ്ടെന്നും നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. പൂർവ്വകാല സമാഗമങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. മേലിൽ നിങ്ങൾ പരസ്പരം കാണാനോ സ്നേഹിക്കാനോ പാടില്ല എന്ന് നാം കൽപ്പിച്ചിരിക്കുന്നു. മറ്റൊരു വസ്തു കൂടി കുട്ടി അറിഞ്ഞിരിക്കുക. ചാക്യാർ രാജലക്ഷ്മിയെ കൈപ്പഴ തിരുമേനിക്ക് ബാന്ധവം ചെയ്തു കൊടുക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. തിരുവള്ളക്കേടുണ്ടായെങ്കിൽ അടിയന്റെ കഴുത്തിറക്കാൻ വിധിക്കട്ടെ. നമ്പ്യാരാശാനെ അല്ലാതെ മറ്റാരെയും ഞാൻ മംഗലം കഴിക്കില്ല. 90 കഴിഞ്ഞ കൈപ്പഴ തിരുമേനിക്ക് എന്നെ ബാന്ധവം നടത്തി കൊടുക്കാൻ അച്ഛൻ തയ്യാറാകരുത്. തയ്യാറായ കൈപ്പഴ ഇല്ലത്തേക്ക് കെട്ടിയെടുക്കുന്നത് രാജലക്ഷ്മിയുടെ ജഡമായിരിക്കും. ജഡപ്പകടി കെട്ടിയെടുത്തിട്ട് എന്താ കാര്യം? അടിയങ്ങൾ പുറം നാടുകളിൽ പോയി തുള്ളൽ നടത്തിയും കാവ്യം രചിച്ചും സുഖമായി സമാധാനമായി ജീവിച്ചുകൊള്ളാം. രാജലക്ഷ്മിക്ക് അല്ലല്ലോ അഷ്ടിക്ക് ബുദ്ധിമുട്ടോ ഉണ്ടായില്ല. അത് അടിയങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞതാണ്. ദയവായി അടിയങ്ങളുടെ ഹൃദയബന്ധത്തെ വെട്ടിമുറിക്കരുത് എന്ന് നമ്മുടെ ഗുരുനാഥനായ കൈപ്പഴ തിരുമേനിക്ക് ഒരു പെണ്ണിനെ കണ്ട് ബോധിച്ചാൽ ആ ബന്ധം നടന്നിരിക്കണം. നടത്തി കൊടുക്കേണ്ടത് ശിഷ്യന്റെ കടമയാണ്. രാജലക്ഷ്മിയുമായി നമ്പ്യാർക്ക് ഇനി ഒരു സമാഗമം പാടില്ല. ഇല്ല ഇല്ല ഇല്ല. നമ്പ്യാരെ, താൻ രചിക്കുന്ന കാവ്യങ്ങളിൽ കരപ്രമാണിമാരെയും ചില സമുദായക്കാരെയും നിന്ദ്യമായി ചിത്രീകരിച്ചിരിക്കുന്നതായി അറിഞ്ഞു. നാടകശാലയിൽ സദ്യ ഉണ്ണാനെത്തുന്ന ബ്രാഹ്മണന്മാരെ ശാപ്പാട്ടുരാമന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതായി പറഞ്ഞു. താൻ രചിച്ച കാവ്യങ്ങളൊക്കെ നമ്മുടെ സമക്ഷത്തിലെത്തിക്കുക. നാം ഒന്ന് പരിശോധിക്കട്ടെ. അരോചകം തോന്നിയാൽ തന്റെ കാവ്യരചന ഇന്ന് അവസാനിപ്പിച്ചിരിക്കും. ഓർമ്മയിരിക്കട്ടെ. കിട്ടും പണമെങ്കിലിപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. രാജാവിനെ ചെന്നു സേവിച്ചു നിൽക്കയും വ്യാജം പറഞ്ഞു പലരെ ചതിക്കയും കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യക്കാരന്മാർക്കില്ല വാഞ്ചിതം. നിനക്ക് നന്മ വരട്ടെ എന്ന് ആശംസിക്കാൻ പോലും എന്നെ കൊണ്ടാവില്ല. ഈ മഹാഭാവിയായ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ ദുർവിധിയൊക്കെ ഉണ്ടായത്. നമ്മൾ തമ്മിൽ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. സാരമില്ല, അതൊന്നും ഓർത്ത് അങ്ങ് ദുഃഖിക്കരുത്. അങ്ങ് കവിതകൾ എഴുതണം, ഒരുപാട് എഴുതണേ ആശാന്. എന്റെ ഭർത്താവാകാൻ പോകുന്ന കൈപ്പഴ തിരുമേനിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങ് എഴുതിയ സരസമായ വരികൾ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലുവോ? എന്റെ ഒരു ആഗ്രഹമാണ്. വേണ്ട, രാജലക്ഷ്മി കേൾക്കണ്ട. കേൾക്കണം, ഒരിക്കൽ കൂടി മാത്രം അങ്ങയുടെ നാവ് കൊണ്ട് ചൊല്ലി കേൾക്കണം. എന്തേ ചൊല്ലില്ലേ ആശാന്? ലക്ഷം ശ്ലോകം ഒരിക്കൽ കേട്ടാൽ അനുഗ്രഹിക്കാം. വിക്കുകൾ കൊണ്ടത് പറയാൻ മഹിയ സൽക്കഥ വളരെ അറിയൊരു ദേഹം. കക്ക കക്ക
എന്തിനാണോ രാജലക്ഷ്മി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, രാജലക്ഷ്മിയെ നഷ്ടപ്പെട്ട ദുഃഖം അങ്ങേ തളർത്തരുന്ന് ഓർമ്മിപ്പിക്കാൻ വന്നെയാണ്. അങ്ങ് കാവ്യരചന തുടരണം. എന്തേ കാവ്യങ്ങൾ എഴുതില്ല ആശാന്? എഴുതും. എല്ലാ ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കി ചിരിച്ചുകൊണ്ട് ഞാൻ എഴുതും. സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ, പൊട്ടിച്ചിരിക്കാൻ. എന്താ പോരെ? വല്ലപ്പോഴും ഒരിക്കൽ ഈ രാജലക്ഷ്മിയെ ഓർക്കണേ ആശാന്. ഓർക്കണം, വല്ലപ്പോഴും ഒരിക്കൽ ഈ രാജലക്ഷ്മിയെ ഓർക്കണേ ആശാന്. ഓർക്കും. നമ്പ്യാരുടെ മനസ്സിന്റെ ഒരു കോണിൽ മധുരമുള്ള നൊമ്പരമായി രാജലക്ഷ്മി എന്നും കുടിയിരിക്കും, ആയുഷ്കാലം മുഴുവൻ. എന്താ പോരെ? നമ്മൾ തമ്മിൽ കാണാൻ പാടില്ലെന്നാണ് തിരുമനസിന്റെ കൽപ്പന. അതുകൊണ്ട് ദയവായി രാജലക്ഷ്മി പോയിക്കൊള്ളുക. ഞാൻ പോകുന്നു. എന്നെ സ്നേഹിക്കാനും എന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാനും ആശാനുള്ളിടത്തോളം കാലം രാജലക്ഷ്മി ആത്മഹത്യ ചെയ്യില്ല. ഞാൻ കാത്തിരിക്കും എന്നെങ്കിലും ഒരിക്കൽ കൂടി ഒരു നോക്ക് കാണാൻ. ഒരു പെൺകുട്ടിയുടെ എല്ലാ മോഹങ്ങളും വികാരങ്ങളും കടിച്ചമർത്തിക്കൊണ്ട് ഒരു വൃദ്ധനായ ഭർത്താവിന്റെ ഭാര്യയാകാനുള്ള സഹനശക്തി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കാം ആശാനെ, എന്നെ അനുഗ്രഹിക്കാം. ഒരു പിടി ചാപ്പല് എന്റെ ചെന്നപാടം നിന്ന തലം തൊരുകൊണ്ട ചാപ്പല് മാത്രം എഴുതെങ്ങനെ തയ്ക്കും. എന്റെ ദേവി എന്തിയേ? എന്റെ പൊന്നുമോള് ദേവി എന്തിയേ? എന്റെ പൊന്നുകുളത്ത് കിടാവിനെ തപ്പിനാക്കളെ പിടിച്ചോണ്ട് പോയി നശിപ്പിച്ച് കൊന്നു കുഴിച്ച് മൂടിയോ? ദേവിയേ, ദേവിയേ! നമ്പ്യാര് തമ്പിലാന്റെ കുരുനാഥരല്ലേന്ന് ചോദിച്ചോണ്ട് ഏനെ കൊറേ തല്ലി. ക്ഷേത്ര വളപ്പി കയറി കൊട്ടിപ്പാടുമെന്ന് ചോദിച്ചോണ്ട് ഏനെ തല്ലി. മാടത്തിലെ ചെറുതിപ്പെണ്ണ തീയതി ചോദിച്ചു ഏനെ തല്ലിയടി. ബോധം കെട്ടത് ഇടുവായടി. സത്യം പറയടി, നിന്റെ തമ്പിനാക്കളെ കണ്ടില്ലപ്പാ. കുടില് തീകത്തന കണ്ടപ്പ മുത്തപ്പനോട് ഓടി രക്ഷപ്പെട്ടാൻ പറഞ്ഞല്ല. കൈ കിട്ടിയ പയന്തുണി കെട്ടുമെടുത്ത് ചെറ്റിയും പൊടിച്ച് പുറകുവശത്തോടെ ഏനോടി. മുണ്ടകപ്പാടും കഴിഞ്ഞ് തോട്ടുവരമ്പ് കയറി ഏനൊന്ന് തിരിഞ്ഞു നോക്കി കത്തിച്ചു പിടിച്ച പന്തവുമായി തമ്പുരാക്കള് പിറകെ ഓടി വരണപ്പാ. ഏനോടി കൈതക്കാട്ടുമേ കയറി കണ്ണും പൊത്തി മുണ്ടാണ്ടിരുന്നു. തമ്പുരാക്കള് കൈതക്കാടും കഴിഞ്ഞ് തെക്കോട്ടങ്ങ് പോയി. കേക്ക് വെള്ള കീറണത് വരെ ഞാൻ ചാതം വിടാണ്ട് ഒറ്റ ഇരിപ്പങ്ങിരുന്നപ്പ തന്തോയമായി ഏത് തല്ലുകൊണ്ടതൊക്കെ പോട്ടടി. എന്റെ ചെറ്റമാടൊക്കെ എത്തിയത് നോക്ക് പോട്ട്. എന്റെ പൊന്നുകുളത്തേക്കട അവനെ നശിപ്പിക്കാണ്ട് ജീവനോടെ കിട്ടിയല്ല. ഏനത് മതി, ഏനത് മതി. നിന്റെ അപ്പനും അമ്മയും താമസിക്കണ കൊടമാടൊക്കെ പോവാ മോളെ. ഇനി ഇവിടെ തങ്ങളത് ബുദ്ധി മോശമാ. ഏത് നിമിഷവും നിന്നെ തേടി തപ്പിലാക്കളെത്തും. നമുക്ക് പോവാ മോളെ, പോവാ മോളിക്ക് പോവാ.
ശവമേ ചത്തില്ലടാ നീ. ഓ, ചെറുമിപ്പെണ്ണിന് ഓടി രക്ഷപ്പെടാൻ പറ്റിയ സാമർഥ്യമാണല്ലോ. കഴിഞ്ഞ രാത്രി നിന്നെ കാടായ കാട് മുഴുവൻ തേടി. ഇനി നീ രക്ഷപ്പെടില്ലേ? ഓ, ഞങ്ങള് കുടമാളൂർക്ക് പോവാ. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളേ. എന്നാലും എന്നെ പൊന്നുപോലെ നശിപ്പിക്കല്ലേ തമ്പുരാനെ. രാജസഭനായ കുഞ്ഞുട്ടി പിള്ളക്ക് ദേവിയുമായി രമിക്കാൻ ഒരു മോഹം. അമ്പ്യാരുടെ പപ്പാട്ടിയായി ഇവൾക്ക് ഒന്നും നഷ്ടപ്പെടാറില്ലല്ലോ. കാണാൻ കൊണ്ട് ഒരു പിച്ച് ചീന്തടോ. എന്താ നിന്റെ ഭാവം? എന്താ ചാക്യാരുടെ ഭാവം? നിന്റെ വെപ്പാറ്റിയെ കുഞ്ഞുട്ടി പിള്ളക്ക് വിട്ടു കൊടുക്കാൻ. ചാക്യാർക്ക് കൂത്തിന് പുറമെ കൂട്ടിക്കൊടി കൂടിയുണ്ടല്ലേ ചാക്യാരെ? ഇത് എഴുത്താണിയാണ്. സദാസമയം കാവിതപത കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കലക്കത്ത് കുഞ്ചൻ തമ്പിയുടെ എഴുത്താണി. എന്റെ ദേവിയെ തൊട്ടാൽ ഈ എഴുത്താണി ചാക്യാരുടെ ചങ്ക് തുളച്ചു കയറും. ധൈര്യമുണ്ടെങ്കിൽ പരീക്ഷിക്കുക. ചാക്യാർക്കോ കുഞ്ഞുട്ടി പിള്ളയ്ക്കോ ദേവിയെ സ്പർശിക്കാമോ? എങ്കിൽ കാലത്തെ അന്തി ഉറക്കം ചെറുപ്പക്കൂടിലാണെന്നറിയാം. നമ്പി അരത്തിലക്കാരനല്ലടോ. ഇവന്റെ കുഞ്ഞു പെങ്ങള തൊട്ടാ കുത്തി. ഒന്ന് വേഗം ഒടുവാടാ ശാപ്പ. എന്റെ ദൈവമേ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. തിരുമേനി, ഇത് ഉയിര് പണയം വെച്ചുള്ള പണിയാണ്. ഒന്ന് പതുക്കെ പറയാം. പക്ഷെ കൊച്ചുകുട്ടിയെത്തില്ലായിരുന്നെങ്കിലേ നമ്മൾ തന്നെ ചുമക്കേണ്ടി വന്നേ. തിരുമേനി, ചാക്കിനകത്ത് എന്തോ ഉണ്ടാവും. ഒരു 3000 പണകിന് ഉണ്ടാവും. ശിവ, 3000 പണോ? തിരുമേനി, അതിൽ നിന്ന് 500 പണം എനിക്ക് തരാനോ? 18 പോലും തയ്യാത്തൊരു കിടന്ന് പെണ്ണിയല്ലേ താൻ നമ്മുടെ കൈപിടിച്ച് ഏൽപ്പിച്ചത്. തനിക്ക് 1000 പണം തന്നിരിക്കും. എന്താ പോരെ? മതിയേ, 1000 പണം. തിരുമേനി, എന്റെ മോള് ഇല്ലത്ത് സുഖമായിട്ട് സന്തോഷമായിട്ടും കഴിയല്ലേ? എന്താണോ ഇത്ര സംശയം? തന്റെ മകളെ ബാധവിച്ച ശേഷം നമ്മുടെ വേളിയെയും മക്കളെയും ഇല്ലത്തുനിന്ന് പുറത്താക്കിയില്ലേ? ഇപ്പൊ നമ്മുടെ ലക്ഷക്കണക്കിനായ സ്വത്തിനും മുതലിനും ഏക അവകാശി രാജലക്ഷ്മി മാത്രം. എന്താ മതിയായോ? മതിയേ, എന്നാലും തിരുമേനി സൂക്ഷിക്കണം. ആ നമ്പ്യാർ ഇപ്പോഴും എന്റെ മോളെ മറന്നിട്ടില്ലെന്നാണ് എന്റെ ബലമായ സംശയം. തിരുമേനി ഇല്ലത്തില്ലാത്ത നേരം നോക്കി നുഴഞ്ഞു കയറാൻ സാധ്യത. പൊളിക്കും. രാജലക്ഷ്മിയെ ഒരറയിലാക്കി പൂട്ടി ബന്ധവസാക്കിയിട്ട് നോമില്ലം വിട്ട് ഇറങ്ങാറുള്ളൂ. നമ്പ്യാരല്ല, ചാച്ചാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും അവിടെ ഒന്ന് കാണാനോ സ്പർശിക്കാനോ കഴിയില്ലണോ. ഇങ്ങനെ യുദ്ധം പൊടിപൊടിക്കുകയല്ലേ? മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തോടെ ഏറ്റു നിൽക്കാൻ നമ്മുടെ പടത്തിലവനായ മാത്തൂർപ്പണിക്ക് കഴിയുന്നില്ലെന്നാണ് അറിയുന്നത്. അമ്മേനി, നമ്മുടെ തിരുമനസ് പരാജയപ്പെട്ടു പോകും. തിരുമനസ് പരാജയപ്പെട്ട മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരും. നമ്മള് മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതന്മാരായി കൊട്ടാരത്തിൽ കിടന്നുകൂടെ ചെയ്യും മാത്രല്ലേ? അത് നേരാ. ആര് ഭരിച്ചാലും കൈപ്പിഴ തിരുമേനിയും ചാക്കേരും തന്നെയാണ്. ഇത് കൊണ്ടുവരാൻ എന്താണ് പോരങ്ങ ഇത്ര അമാദം? തിരുമേനി, ആ ഇടനാടിയിൽ ഒരു പരിഹാരം നിൽപ്പുണ്ടല്ലോ, അവന്റെ കണ്ണ് വെട്ടിച്ചെല്ലി പാണ്ടകെട്ടത് തന്റെ അപ്പന്റെ കുന്ത്രാണ്ടമണിയാ. വഴി മാറിക്കൂടോ ശപ്പ, വഴി മാറാൻ. പാണ്ടകെട്ടിനകത്ത് എന്താണെന്ന് പറയാതെ വഴി മാറുന്ന പ്രശ്നമേ ഇല്ല. കൈപ്പിഴ തിരുമേനിയോടാ കളിക്കുന്നത്. അത് തീകളയാണെന്ന് ഓർമ്മയാണ്. വെളിപ്പാടകളെ യുദ്ധം നടക്കുമ്പോ പണ്ടാരപ്പുരയിൽ കയറി പണം മോഷിക്കുന്ന തീകളയല്ലേ? എടോ, പാണ്ടകെട്ട് താഴെ വെക്കണം. പുതിയ അമ്മായി അച്ഛനും മരുമോനും ചേർന്ന് നടത്തുന്ന തൊഴിൽ അസലായിരിക്കുന്നു. മോഷണം. ഓ, എന്താ നോമി കേക്കണത്? നോമ്പ് മോഷിച്ചോ? ശിവ, നോമിത് സഹിക്കില്ല. എടോ ചാക്കാരെ, നോക്കി നിൽക്കാതെ അപ്പന്റെ കൊങ്ങയ്ക്ക് പിടിച്ചാണ് പുറത്താക്കാ. ചാക്കേരെ, എഴുത്താണി ഇപ്പോഴും എന്റെ മക്കളുണ്ട്. എഴുത്താണിയോ? അതെ, എഴുത്താണിയുടെ പ്രയോഗം ചാക്യാർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ പരദേശം നമ്പ്യാരെ, മര്യാദയ്ക്ക് വഴിമാറിയില്ലെങ്കിലേ ഇവിടെ വീഴാൻ പോകുന്നത് എന്റെ ശവം. ആ ശവത്തിൽ ചവിട്ടിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പോകാൻ കഴിയൂ. പരദേശിയായ നമ്പ്യാരുടെ ശരീരത്തൊന്ന് സ്പർശിക്കാൻ സ്വദേശികളായ ചാക്യാർക്കോ കൈപ്പിഴയ്ക്കോ ധൈര്യമുണ്ടോ? എനിക്ക് കാണട്ടെ. 90-ാം പക്കവും കാമാരി പൂണ്ട് കിടക്കുന്ന കൈപ്പിഴ തിരുമേനി, അയാൾക്ക് വേണ്ടി സ്വന്തം മകളുടെ ജീവിതം മോപിച്ച ദുരാഗ്രഹിയായ ചാക്യാർ, നിങ്ങൾ രണ്ടുപേരും പെരുങ്കള്ളന്മാരാണെന്ന സത്യം ഞാൻ പുറത്തുകൊണ്ട് വന്നിരിക്കുന്നു. എന്താ ഇവിടെ? തിരുമനസ് തക്ക സമയത്ത് എത്തി.
ഈ നമ്പ്യാൻ പണ്ടാരപ്പുരയെ കയറി പണം മോഷിച്ചു. ഞങ്ങൾ കയ്യോടെ പിടികൂടി പണ്ടാരപ്പുഴയിൽ നിന്നൊരു കിഴക്കൻ കേട്ട് നോക്കി ചെന്ന് നോക്കുമ്പോഴുണ്ട് ഈ ശപ്പൻ പണം വായി അങ്ങോട്ട് നടക്കുക നിന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? കള്ളൻ കരിയും കള്ളൻ. പണം മോഷിച്ചത് ഇവരാണ്. തടഞ്ഞു നിർത്തിയത് അങ്ങക്ക് രാപത്ഘട്ടം വന്നപ്പോ അങ്ങയുടെ വിശ്വസ്തന്മാരായ ആശന്മാരുടെ തനി നിറവെന്താന്ന് അങ്ങ് ബോധ്യപ്പെടുത്താൻ. ഇയാള് പറയുന്ന മുഴുവൻ പച്ച കള്ളമാണ്. ഇവിടെ വരിക. ആരാ പണം മോഷിച്ചത്? ചാക്യാരും തിരുമേനിയും ചേർന്നാണ്. ഇതാദ്യമായിട്ടാണോ? അല്ലേ, ഇണ്ടി കിണ്ണം, അടിയല് നിലവിളക്ക്, കടുക്, ജീരകം, ഉപ്പ് ഇവ പലപ്പോഴായി തിരുമേനി മോടിച്ചടിയനെ ഏൽപ്പിക്കും. അടിയൻ അത് കൈപ്പിട എല്ലെത്തിക്കാറാണ്. ബഹുമാനപ്പെട്ട ഗുരുനാഥൻ, പുരകത്തുമ്പോൾ വാഴ വെട്ടാൻ ബഹു സൗകര്യമായി അല്ലേ? ക്ഷമിക്കണം തിരുമനസേ, നമ്മെ ഇതിന് പ്രേരിപ്പിച്ചത് ഈ തവളക്കണ്ണൻ ചാക്യാരാണ്. നോമും രാജലക്ഷ്മിയുടെ ബാന്ധവം കഴിഞ്ഞൂല്ലോ. ബാന്ധവം കഴിഞ്ഞ കുറച്ച് ചക്രം വേണം ഈ ചാക്യാർ ആവശ്യപ്പെട്ടിരുന്നു. വാക്ക് പാലിക്കാൻ വേണ്ടി മോഷിച്ചു പോയതാണ്. റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ ആരോ വീണ വായിച്ച ചരിത്രം നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ നാം നമ്മുടെ സ്വന്തം ആത്മാവിനെ പോലെ സ്നേഹിച്ചു, ബഹുമാനിച്ചു. ആ നിങ്ങൾ തന്നെ നമുക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ഗുരുനാഥൻ. ഇല്ല, ഏതൊരു ദാക്ഷിണ്യം വർഹിക്കുന്നില്ല. രണ്ടുപേരും ശിക്ഷ അനുഭവിച്ചിരിക്കണം. ശിക്ഷാവിധി എന്തെന്ന് യുദ്ധം കഴിഞ്ഞ് നാം തീരുമാനിക്കും. അതുവരെ രണ്ടുപേർക്കും കൊട്ടാരത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഈ പണം തിരികെ ഭണ്ഡാരപ്പുരയിൽ ഏൽപ്പിച്ചു. വേണ്ട, മോഷ്ടിക്കപ്പെട്ട പണം തിരികെ ഭണ്ഡാരത്തിൽ വേണ്ട. ചാക്യാര പാണ്ഡകരുടെ കൈപ്പട തിരുമേനിയും ചാക്യാരും ചേർന്ന് ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട പണം ഇതാ കൊണ്ടുപോകുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് കൈപ്പുഴ ഇല്ലം വരെ ചാക്യാരും കൈപ്പുഴ തിരുമേനിയും ചേർന്ന് ഭണ്ഡാരപ്പുഴയിൽ നിന്നും മോഷ്ടിച്ച പണം ഇതാ കൊണ്ടുപോകുന്നു. ചാക്യാരും കൈപ്പുഴ തിരുമേനിയും ചേർന്ന് ഭണ്ഡാരപ്പുഴയിൽ നിന്നും മോഷ്ടിച്ച പണം. നമ്പ്യാർ ആരാണെന്ന് മനസ്സിലാക്കാൻ നാം ഏറെ വൈകിയിരിക്കുന്നു. നാം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? ഇല്ല തിരുമനസേ, ഇല്ല. ഉണ്ട്. തുള്ളൽ നിരോധിച്ച തെറ്റ്. താൻ ജീവന തുല്യം സ്നേഹിച്ച രാജലക്ഷ്മിയെ ആ കിഴവൻ നമ്പൂതിരിക്ക് കൊടുക്കാൻ കൽപ്പിച്ചു. അത് അതിലേറെ തെറ്റായി പോയി. രാജലക്ഷ്മി കൈവിട്ടു പോയ ദുഃഖം ഇപ്പോഴും നിങ്ങളെ തളർത്തുന്നു അല്ലേ? ആ പെൺകുട്ടിയുടെ ജീവിതം നാം തകർത്തില്ലേ? അതിന്റെയൊക്കെ ശിക്ഷയായിരിക്കും നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്പ്യാരെ, നമ്മുടെ ഈ ചെമ്പകശ്ശേരി സാമ്രാജ്യം മാർത്താണ്ഡവർമ്മ കീഴ്പ്പെടുത്തുവിടോ? ഏത് നിമിഷവും നാം ബന്ധനത്തിലാകാം. ഇല്ല തിരുമനസേ, ഇല്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അതെല്ലാം പോട്ടെ, താൻ എഴുതിയ കാവ്യങ്ങളൊക്കെ നാം വായിച്ചു. പലപ്പോഴും നമുക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ലടോ. പദങ്ങളൊക്കെ തന്റെ ദാസന്മാരായി നിൽക്കുകയല്ലേ? മഹാകവിയായി തന്നെ വേണ്ടത്ര ആദരിക്കാൻ കഴിയാതെ പോയതിൽ നമുക്ക് ദുഃഖമുണ്ട്. എഴുതണം കേട്ടോ. സമൂഹത്തിൽ നടക്കുന്ന അഴിമതികളെയൊക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് എഴുതിക്കോ. ഭാവിയിൽ താൻ ഏറ്റവും വലിയ ജനകീയ കവി എന്ന പേരെടുക്കുമടോ. നമ്പ്യാരെ, ഇനിയെങ്കിലും നാം ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ച് നമുക്ക് മാപ്പ് തന്നുകൂടെ? അരുത് തിരുമനസേ, അരുത്. പാലക്കാട്ട് നിന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞു വന്ന അടിയന് അങ്ങ് ആഹാരം തന്നു, വസ്ത്രം തന്നു, പാർപ്പിടം തന്നു. അടിയന്റെ ശരീരവും കവിത്വവും വ്യക്തിത്വവും എല്ലാം അങ്ങക്ക് കടപ്പെട്ടതാണ്. അങ്ങ് അടിയന് കാണപ്പെട്ട ദൈവമാണ്. അനങ്ങിപ്പോകരുത്. തെക്കേടത്ത് ഭട്ടതിരിയും താങ്കളുടെ സേനാധിപനായ മാത്തൂർ പണിക്കരും നമുക്ക് കീഴടങ്ങിയിരിക്കുന്നു. ചെമ്പകശ്ശേരി എന്ന നാട്ടുരാജ്യം മാർത്താണ്ഡവർമ്മ തിരുമനസിന്റെ തിരുവിതാംകൂർ സാമ്രാജ്യത്തിൽ ലയിച്ചിരിക്കുന്നു. താങ്കൾ ചെമ്പകശ്ശേരി രാജാവ് ദേവനാരായണനും കൂട്ടത്തിലുള്ളത് പ്രധാന ആശ്രിതനുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ രക്ഷപ്പെടാനോ ആക്രമിക്കാനോ ശ്രമിക്കരുത്. കീഴടങ്ങുക. തിരുമനസിന്റെ ആധിപത്യം അംഗീകരിക്കില്ലെന്ന് സംശയം തോന്നുന്നവരെ തൽക്ഷണം വധിക്കാൻ കൽപ്പിച്ചുത്തരവായിട്ടുണ്ട്. ആ ഉത്തരവ് ഈ ക്ഷണം ഞങ്ങൾ നടപ്പാക്കുന്നു. പത്മനാഭനമോസ്തുതേ നമോസ്തുതേ നമോസ്തുതേ പുരഗവരമയ ശയന ജയ ജയ നളിനനാഭ നമോസ്തുതേ തിരുവനന്തപുരേ വിളങ്ങിന പത്മനാഭ നമോസ്തുതേ തിരുവനന്തപുരേ വിളങ്ങിന പത്മനാഭ നമോസ്തുതേ നമോ
ശോകസ്തുതി അപ്രതീക്ഷിതമായി നമ്പ്യാരുടെ നാവിൽ നിന്നും ഉയർന്നു കേട്ടപ്പോൾ വെട്ടാനുയർത്തിയ സേനാനിയുടെ ഉടവാൾ അറിയാതെ ഉറയ്ക്കുള്ളിലായി എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് ഹൃദ്യവും ഭക്തിസാന്ദ്രവുമായിരുന്നു ആ വരികൾ. തിരുവിതാംകൂർ ദേശത്തോടും തിരുമനസിനോടും കൂറുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്പ്യാരെ നാം തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അത് അബദ്ധമായി പോയെന്നാ തോന്നുന്നേ. ഇപ്പൊ തന്നെ തിരുമനസ് ക്ഷേത്ര ദർശനത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. അകമ്പടിക്ക് കൂട്ടിയിരിക്കുന്ന ആരെയാ? ആ നമ്പ്യാരെ തന്നെ. എന്തുകൊണ്ട് നമ്മെ കൂട്ടിയില്ല? നാമല്ലേ ആദ്യം കൊട്ടാരത്തിൽ എത്തിച്ചേർന്നത്. അപ്പോ കൗശലക്കാരനായ നമ്പ്യാര് വന്നു കയറുന്നതിന് മുമ്പ് തന്നെ തിരുമനസിനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. നിങ്ങൾ ഇങ്ങനെ തരം താണ് ചിന്തിക്കാൻ പാടില്ല. താനല്ലെങ്കിലും കുഞ്ചൻ നമ്പ്യാരുടെ ആസനം തന്നെയാണെന്ന് നമുക്കറിയാം. അർച്ചസില്ലാത്തവന്റെ ആസനം താകുന്നതും അഭിമാനമാണ് വാര്യ. അല്ല വാര്യ ക്ഷമയോട് കേൾക്ക്. തിരുമനസ് കൊണ്ട് വാര്യ അകമ്പടിക്ക് കൂട്ടിയില്ലെന്നാണല്ലോ പരാതി. തിരുമനസ് ചെറുപ്പം, നമ്പ്യാരും ചെറുപ്പം. ഭരിതവും പരിഹാസവും ഒക്കെ നമ്പ്യാർക്ക് കൂടപ്പുറപ്പാണ്. തിരുമനസ് കൊണ്ടത് ബഹുപത്യവും. വാരെങ്ങനാണോ? പ്രായമേറി മഹാപണ്ഡിതനായ വാര്യർ ഭരിതമിട്ട് പറയാറുമില്ല. മാത്രമല്ല തിരുമനസ് കൊണ്ട് വാര്യ ഗുരുവിനെ പോലെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അകമ്പടിക്ക് കൂട്ടി കൊച്ചാക്കാമോ? നേരാ. നാം ആവശ്യമില്ലാതെ വിഗ്രഹത്തിലൊന്നും നമ്പ്യാരെ പോലെ അങ്ങനെ എഴുന്നള്ളിക്കാറില്ല. തിരുമനസ് തൊട്ട് നമ്മോട് ഭരിതം പറയാറുമില്ല. എന്നാലും അകമ്പടിക്ക് കൂട്ടാതിരുന്നത് തികഞ്ഞ ബഹുമാനം കൊണ്ട് തന്നെയാ. എന്നിരുന്നാലും നമ്പ്യാർക്ക് തിരുമനസുമായിട്ട് അത്ര കണ്ട് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൂടാ. അതുകൊണ്ട് ദേവസ്വാമി നമ്പ്യാരെ ഒന്ന് നിയന്ത്രിക്കണം. നമ്പ്യാരെ മാത്രമല്ല മറ്റു പലരെയും നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. നമ്മ സ്ഥാനപ്രശ്നമാക്കി ദളവാപദം കൈയടക്കാൻ ചിലർ ഗൂഢതന്ത്രങ്ങൾ മെനയുന്നതായി നാം മനസ്സിലാക്കുന്നു. വരെ അങ്ങനെയോ? അങ്ങേക്കെതിരെ ഗൂഢതന്ത്രം മെനയാൻ ആരാണ് ധൈര്യപ്പെടുക? ആരായാലും ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. തിരുമനസ് കൊണ്ട് ദളവാസ്ഥാനം കൽപ്പിച്ചനുവദിച്ചെന്നാൽ ഞാനിത് വേണ്ടെന്ന് വെക്കില്ല. പിന്നെ ഗൂഢതന്ത്രം പ്രയോഗിച്ച് ഈ സ്ഥാനം കൈയടക്കാൻ ഞാൻ ഒരു അധികാരമോഹിയല്ല. അധികാരമോഹി കാവട്ടിക്കാരനുമാണ്. ആണെങ്കിലും എന്നെ വിടുക്ക് തടയാൻ കഴിയുക തടഞ്ഞോ? എന്ത് പറഞ്ഞു? നിങ്ങൾ തമ്മിൽ പിളകാനിരിക്കുക. നമ്പ്യാർ പുതുക്കാൻ നമ്മൾ 3 പേര് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടത്. ദേശിംഗനാട് മുതൽ ചെമ്പകശ്ശേരി വരെ വെട്ടിപ്പിടിച്ച് തിരുവിതാംകൂർ സാമ്രാജ്യം വികസിപ്പിച്ചവനാണ് ഈ രാമയ്യ എന്നുള്ളവ. പോര് വേണ്ടിടത്ത് പോര്, അനുനയം വേണ്ടിടത്ത് അനുനയം, തന്ത്രങ്ങൾ വേണ്ടിടത്ത് തന്ത്രങ്ങൾ. ചെമ്പകശ്ശേരി കീഴ്പ്പെടുത്തിയത് എങ്ങനെയാണ് വാലിക്കറിയുമോ? ശക്തനായ മാത്തൂർ പണിക്കരെ തോൽപ്പിച്ച് മുന്നേറാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അനുനയം കൊണ്ട് അടുപ്പിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. അപാരം. ഇതൊക്കെ മറ്റാർക്കാണ് സാധിക്കുക. അപ്പോ ദളവാപദത്തിൽ ഇരിക്കാൻ സ്വാമി തന്നെയാ സർവ്വതാ യോഗ്യത. അജയ്യനായ മാത്തൂർ പണിക്കരെവിടെ? അല്പാൽപ്പം കുത്തി കുറിക്കുന്ന നമ്പ്യാരെവിടെ? നമ്പ്യാർ അതിര് കിടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ലക്ഷണം കഴിഞ്ഞാണിട്ടിരിക്കും. നമ്പ്യാർ പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ. ഇദ്ദേഹം ആരാണെന്ന് അറിയോ? മഹാപണ്ഡിതനും പ്രഗത്ഭമതിയും നളചരിതം മാട്ടക്കഥ രചയിതാവുമായ ഉണ്ണായി വാര്യർ. അമ്പലപ്പുഴ അങ്ങയെ കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. മഹാനുഭാവനായ അങ്ങയെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ അടിയൻ ധന്യനാണ്. ഇന്നത്തെ നമ്മുടെ ക്ഷേത്ര ദർശനം രസകരവും ഉന്മേഷപ്രദവുമായിരുന്നു. കാരണം നമ്പ്യാരുടെ സാമീപ്യം തന്നെ. കൊട്ടാരം ആന കലക്കിയിട്ടിരിക്കുന്ന കുളം കണ്ടപ്പോ കരി കളിക്ക കുളം അല്ലേ നമ്പ്യാരെ എന്നങ്ങോട്ട് കേട്ടു. ഉടനെ വന്ന മറുപടി, അല്ല, കളഭം കളിക്ക കുളം എന്ന്. വാര്യരെ, ഇതിലേത് പ്രയോഗമാണ് അർത്ഥവത്തും അനുയോജ്യവുമായിട്ടുള്ളത്? സംശയം എന്താ? തിരുമനസ് പറഞ്ഞതുപോലെ കരികളച്ച കുളം തന്നെയാണ് സരസവും അർത്ഥസമ്പുഷ്ടമായിട്ടുള്ളത്. എന്താ സ്വാമിയെ? അതെ, തിരുമനസിന്റെ പ്രയോഗം തന്നെയാണ് കേമമായിട്ടുള്ളത്. എന്ത് പറയുന്നു മാർത്താണ്ഡപ്പിള്ളേ? അടിയൻ തിരുമനസിന്റെ പ്രയോഗത്തെക്കാൾ നമ്പ്യാരുടെ കളഭം കലക്കിയ കുളം എന്ന പ്രയോഗമാണ് അടിയൻ ഇഷ്ടപ്പെട്ടത്. എന്താ കാര്യം? കരി എന്ന പദത്തിന് വിറകുകരി എന്നും ആന എന്നും അർത്ഥമുണ്ട്. കളഭം എന്ന പദത്തിന് ആന എന്നും ചന്ദനം എന്നും അർത്ഥമുണ്ട്. ക്ഷേത്രത്തിനടുത്തുള്ള പരിശുദ്ധമായ കുളമാകയാൽ കളഭം കലക്കിയ കുളം എന്ന പ്രയോഗമല്ലേ യോജിക്കുന്നത്? സമർത്ഥൻ. മാർത്താണ്ഡപ്പിള്ളയുടെ ബുദ്ധിപരവും യുക്തിപരവുമായ അഭിപ്രായത്തെ നാം അംഗീകരിക്കുന്നു. നമ്പ്യാരുടെ പ്രയോഗമാണ് നമുക്കും ഏറെ ഇഷ്ടപ്പെട്ടത്. മഹാരാജാവ് തിരുമനസ് സമക്ഷം നമ്പി ബോധിപ്പിക്കും നാപരാധി. മഹാരാജാവ് തിരുമനസിന്റെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയെ നാം കണ്ടിരുന്നു. മുൻപരിചയമില്ലാത്തതുകൊണ്ട് നാം അദ്ദേഹത്തോട് ആരായെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം നമ്പി ആരായെന്ന് മറുചോദ്യം ചോദിച്ച് നമ്മെ ധിക്കരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത വിവരം
വ്യസനസമേതം ബോധിപ്പിക്കുന്നു. എന്താ കഥ? സാക്ഷാൽ ശ്രീപത്മനാഭനെ പൂജിക്കുന്ന ഈശ്വര തുല്യനായ നമ്പിയെ ധിക്കരിക്കുക, ആക്ഷേപിക്കുക ഈശ്വരൻ അനുവദിക്കാമോ തിരുമനസ്സേ? എന്താ നമ്പ്യാരെ നാം ഈ കേൾക്കുന്നത്? താങ്കൾ നമ്പിയെ ആക്ഷേപിച്ചോ? അടിയൻ ഇല്ലേ. സത്യവിരോധം നാം സഹിക്കില്ല. എന്താണ് ഉണ്ടായത്? നമ്പി ആരെന്ന് ചോദിച്ചു, നമ്പി ആരെന്ന് ചൊല്ലിനേൻ. നമ്പി കേട്ടത് കോപിച്ചു, തമ്പുരാനെ പൊറുക്കണേ. ഒന്നുകൂടി വിശദീകരിക്കൂ. നമ്പി അദ്ദേഹം അടിയനോട് ആരാ എന്ന് ചോദിച്ചു. നമ്പി ആരാ എന്ന് അടിയൻ ബഹുമാനത്തോടെ മറുപടി പറഞ്ഞു. ഇപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി. നമ്പി ആരാ എന്നത് മറുചോദ്യമല്ലായിരുന്നു, നമ്പി ആരാ എന്ന് ഉത്തരായിരുന്നു അല്ലേ? താൻ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണോ നമ്പ്യാരെ? പ്രശ്നോത്തരമായി നിമിഷ നേരം കൊണ്ടല്ലേ താൻ കവിത ചൊല്ലിയത്? ഇതൊരു അസാമാന്യ കഴിവ് തന്നെ അല്ലേ വാര്യരെ? തിരുമനസ്സേ സരസ്വതിയും വികട സരസ്വതിയും ഉണ്ട്. നമ്പ്യാരെ അനുഗ്രഹിച്ചിരിക്കുന്നത് വികട സരസ്വതിയാണ്. വാര്യർക്ക് നമ്പ്യാരോടൊന്നോ കടുത്ത നീരസമുള്ളത് പോലെ ഉണ്ടോ? അയ്യോ ഇല്ല തിരുമനസ്സേ. അല്ലെങ്കിൽ ഈ നമ്പ്യാർക്ക് നമ്മെ പോലെ ഭാഷാ പാണ്ഡിത്യമോ രചനാചാതുര്യമോ ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഉണ്ണായി വാര്യർ രചിച്ച ആട്ടക്കഥകളാണോ, കുഞ്ചൻ നമ്പ്യാർ രചിച്ച തുള്ളൽ കവിതകളാണോ? ഏതാണ് കൂടുതൽ ഹൃദ്യവും ആസ്വാദ്യവുമായിട്ടുള്ളത്? കഥകളി സാക്ഷാൽ സരസ്വതി വിളയാട്ടം തന്നെ. തുള്ളൽ വികട സരസ്വതി. എന്ത് പറയുന്നു മാർത്താണ്ഡപിള്ളേ? രണ്ട് കലാരൂപങ്ങളും വ്യത്യസ്ത തരത്തിൽ ഹൃദ്യവും ആസ്വാദ്യകരവുമാണ്. രണ്ടിലും കളിയാടുന്നത് സാക്ഷാൽ സരസ്വതി ദേവിയും. കഥകളിയിലെ പദങ്ങളും ഭാവങ്ങളും താളങ്ങളും ഒക്കെ ഗഹനങ്ങളും പണ്ഡിതോചിതവുമാണ്. തുള്ളലിലാവട്ടെ സരളവും സരസവും സകലർക്കും രുചിക്കത്തക്കതുമാണ്. ആ നിലയ്ക്ക് കൂടുതൽ സരസ്വതി വിളയാട്ടം തുള്ളലിലല്ലേ എന്ന് നാം സംശയിക്കുന്നു. കലയിൽ വലുപ്പ ചെറുപ്പ മനോഭാവം പാടില്ല വാര്യരെ. ചലനം പഠനം ഖനനം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. താൻ ഉണ്ടാക്കുന്നതും അവതരിപ്പിക്കുന്നതുമാണ് ബഹുകേമം എന്നൊരു അഹംഭാവം കാവ്യകാരനോ കലാകാരനോ ഉണ്ടായാൽ അതവന്റെ അധപ്പതനത്തിന്റെ ലക്ഷണമാണെന്ന് ഓർത്തോളൂ. നമ്പ്യാരെ, പുരാണങ്ങളിലെ ചില കഥാസന്ദർഭങ്ങൾ ആസ്പദമാക്കി താൻ ചില കാവ്യങ്ങൾ രചിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അടിയൻ പരമാവധി ശ്രമിക്കാം. വിശദമായി നമ്മുടെ വായനാമുറിയിലും സംസാരിക്കാം. കൽപ്പന വന്നോളൂ. ആക്ഷേപം ആക്ഷേപം ശ്രേഷ്ഠമായ കഥകളിയെ പോലും തിരുമനസ് ഉച്ചിക്കുന്നു. ഇതാണ് പോക്കെങ്കിൽ ആപത്ത് സംഭവിക്കാൻ പോകുന്നു ദളവാസ്വാമിക്കായിരിക്കും. അതെ, ഇതാണ് പോക്കെങ്കിൽ ഏറെ താമസിക്കാതെ സ്വാമിയുടെ ദളവാ പദവി വരെ ഈ നമ്പ്യാർ കൈയടക്കിയിരിക്കും. എങ്കിൽ ആ നിമിഷം നമ്മുടെ ഉടവാൾ നമ്പ്യാരുടെ കഴുത്തിൽ പോയിച്ചിരിക്കും. അതിനു മുൻപായി മാർത്താണ്ഡപ്പിള്ളയുടെ പരിചയം വിട്ട് തടഞ്ഞിരിക്കും. ആദരിക്കാൻ അർഹതയുള്ള കലാകാരനാണ് നമ്പ്യാർ. സത്യവും മനുഷ്യത്വവും സ്നേഹമുള്ള പച്ച പാവമാണ് നമ്പ്യാർ. അയാളെ തുളച്ചു മാറ്റാൻ ശ്രമിച്ചാൽ മാർത്താണ്ഡപ്പിള്ള വാളെടുത്തിരിക്കും. പരസ്പരം സഹകരിച്ചു കഴിയേണ്ട പല നായകന്മാർ നേർക്ക് നേരെ വാളുയർത്തുന്നു. പാളയത്തിൽ പട തുടങ്ങാൻ കാരണക്കാരൻ നമ്പ്യാരാണെങ്കിൽ ആ നമ്പ്യാരെ വെച്ച് വിളിച്ച കിട്ടിയതൊന്നും മതിയാവില്ല, പട്ടന്മാർക്കത് ബോധിക്കണം. ഇടപടുവാ വിടുവിങ്ങു കണക്കോ കോടടമെത്തക്കറി കറി സാദം. ഇങ്ങനെ പിശകി വിളമ്പിച്ചങ്ങനെ തിങ്ങൻ പഴവും തൈരും കൂട്ടിച്ചളുവിളയാക്കി ശേഷിപ്പിപ്പത് വളവണെ വാരി വിതച്ചു തിരിച്ചും. പപ്പടവും പഴവും പഞ്ചാരയും അപ്പോൾ തന്നൊരു മുണ്ടിൽ കെട്ടി ഇടത്തെ കയ്യിലെടുത്തും കൊണ്ട് പുറത്തേക്കങ്ങു പുറപ്പെട്ടുടനെ വെറ്റില പുകയില കൊള്ളുവാനായതു വിറ്റു വിരിച്ചു തിരിച്ചു നടക്കും. ആയതു വിറ്റു വിരിച്ചു തിരിച്ചു നടക്കും. സ്വാമി, അടിയൻ പണ്ടകശാലയിൽ തന്നേച്ചതാണേ. രാജാവ് തിരുമനസ് കൊണ്ട് അവിടത്തേക്ക് കൽപ്പിച്ചനുവദിച്ച അരിയും സാമാനങ്ങളുമാണ്. അപ്പോ ഇനി മുതൽ എന്റെ ആഹാരം ഞാൻ തന്നെ പാചകം ചെയ്യണം അല്ലേ? അയ്യോ വേണ്ടായേ, അവിടത്തേക്കുള്ള ഊണ് പക്കത്താണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. സമയമാകുമ്പോ അവിടുന്ന് കൽപ്പിച്ചറിയിച്ചാൽ മതി. അടിയൻ പക്കത്തേക്ക് വഴികാട്ടിക്കൊള്ളാം. എന്നാ കൂട്ടി പറ്റുള്ളൂ. പോകാൻ നിവർത്തിയില്ലായേ. അവിടുത്തെ പരിചരിക്കാൻ വേണ്ടി അടിയനെ കൊട്ടാരത്തിൽ നിന്നും കൊണ്ട് കൽപ്പിച്ചയച്ചിരിക്കുക. അവിടുന്ന് പറയുന്നത് എന്തും എപ്പോഴും അനുസരിക്കാൻ വിധിക്കപ്പെട്ട ദാസി. അടിയൻ എവിടെയാ വന്നിരിക്കേണ്ടത്? വല്ലപ്പോഴും ഒന്ന് തലചേക്കാൻ എവിടെയാണ് അടിയനെ ഇടം കൽപ്പിക്കുന്നത്? കുട്ടിക്ക് ഇഷ്ടമുള്ള എടുത്തിരിക്കാമല്ലോ. വിശ്രമിക്കണം തോന്നുമ്പോ അകത്തു വന്ന് സഹിച്ചോളൂ, വയ്ക്കുള്ളൂ. കണ്ണിന കൊണ്ടു കടുകു വറുക്കുന്ന, കണ്ണിന കൊണ്ടു കടുകു വറുക്കുന്ന
അടങ്ങുമോ പുരുഷൻ? മോഹിനി വഞ്ചൂരാണ്. എഴുത്തുമാനെ അറിയോ? കുഞ്ഞുനാളിൽ നേരത്തെ എഴുതിയിട്ടുണ്ട്. കൂട്ടി വായിക്കാനൊന്നും അറിയില്ലേ? സദാസമയവും എന്നെ പരിചരിക്കുന്നതിന് വേണ്ടി മോഹിനി ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണല്ലോ. മോഹിനിയെ ഞാൻ എഴുത്തും വായനയും പഠിപ്പിക്കാം, അല്പം പദ്യം ചൊല്ലാനും തുള്ളാനും ഒക്കെ അഭ്യസിപ്പിക്കാം. എന്താ? ഒക്കെ അവിടുത്തെ ഇഷ്ടം പോലെ. പിന്നൊരു കാര്യം, നമ്മൾ രണ്ടുപേരും മാർത്താണ്ഡവർമ്മ തിരുമനസിന്റെ ആശ്രിതരാണ്. ശ്രീപത്മനാഭന്റെ 10 ചക്രം കൽപ്പിച്ചു വാങ്ങുന്നവരും. മോഹിനി എന്നെ തമ്പുരാൻ അവിടെന്ന് എന്നൊന്ന് വിളിക്കരുത്. പിന്നെ എന്താണാവോ വിളിക്കേണ്ടത്? ആ, എഴുത്തും വായനയും പഠിപ്പിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. ആശാനെന്ന് വിളിച്ചോട്ടെ. അങ്ങക്ക് എന്താ ഒരു വിഷമം? അടിയൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞു പോയോ? ഒന്നുമില്ല. മോഹിനി എന്നെ ആശാനെ എന്ന് വിളിക്കരുത്. അങ്ങനെ വിളിക്കാനുള്ള അവകാശം ഒരു പെൺകുട്ടിക്ക് മാത്രം, ഒരേ ഒരു പെൺകുട്ടിക്ക് മാത്രം. മോഹിനി എന്നെ ആങ്ങളെ എന്ന് വിളിച്ചോളൂ. ആങ്ങളെയോ? അതെ. എന്താ? കാണുന്ന മാത്രയിൽ കടന്നു പിടിച്ച് എല്ലാം കവർന്നെടുക്കുമെന്ന് കരുതി എന്തു ചെയ്താലും ദാസിക്ക് അനുസരിക്കാനല്ലേ കഴിയൂ. അങ്ങയെപ്പോലെ മഹാനായ ഒരാൾ ദാസിക്ക് ആങ്ങളെയാവുകയോ? കൊറ്റിന് വകയില്ലാത്ത കൊട്ടാരത്തിലെ ദാസി പെണ്ണ് അങ്ങയ്ക്ക് പെങ്ങളാവുകയോ? നന്ദിയുണ്ട്. അടിയനെ മനുഷ്യ സ്ത്രീയായി കണ്ട് സ്നേഹം തന്നതിന് ഈ പെങ്ങൾക്ക് നന്ദിയുണ്ട് ആങ്ങളെ. എന്താ കൊട്ടാരത്തിൽ വ്യഭിചാരമോ? വികട സരസ്വതിയല്ലേ ഇപ്പൊ കൂടിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ഒരു വികടന്റെ സർവ്വ സ്വഭാവഗുണങ്ങൾ അങ്ങോട്ട് കാട്ടണമല്ലോ. സ്വന്തം നിലപോലും മറന്നൊരു ദാസിപ്പെണ്ണുമായിട്ടുള്ള വേഴ്ച. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തികളാണ്. ആ ബഹുമാനം തുടർന്ന് നിലനിർത്തി പറയണമെങ്കിൽ വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കണം. എന്താ നീ ഇവിടെ എന്തിനു? അടിയൻ നമ്പ്യാർ അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി അയ്യപ്പ മാർത്താണ്ഡപിള്ള തിരുമനസ് അടിയനെ കൊട്ടാരത്തിൽ ഇങ്ങോട്ട് കൽപ്പിച്ച് അയച്ചിരിക്കുകയാണ്. ദിളവാപുരത്തിലിരുന്ന് കൊട്ടാരഭരണം നിയന്ത്രിക്കുന്ന സ്വാമിയുടെ അറിവോ സമ്മതവും കൂടാതെ ഒരു ദാസിപ്പെണ്ണിനെ നമ്പ്യാരുടെ സ്വകാര്യ ആവശ്യത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ഇത് ധിക്കാരമല്ലേ സ്വാമി? അതെ, നമ്പ്യാരോടുള്ള കൂറുറപ്പിക്കാൻ യുവതിയും സുന്ദരിയുമായ തോഴിയെ മാർത്താണ്ഡപിള്ള നമ്പ്യാർക്ക് കൂട്ടിക്കൊടുത്തിരിക്കുന്നു. സ്വാമി വിചാരിക്കും പോലെ അരുതാത്തൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. പിന്നെ എന്തിനീ പാവം തോഴിയെ പീഡിപ്പിക്കുന്നു? അവിടെ വിട്ടയച്ചൂടെ? ഇല്ല, നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ മാർത്താണ്ഡപിള്ള തന്നെ സേവിക്കാൻ പറഞ്ഞയച്ച തോഴിയല്ലേ രാമയ്യൻ ദളവയെ ധിക്കരിച്ചതിന് മറുപടിയായി ദളവ മാർത്താണ്ഡപിള്ളയ്ക്ക് നൽകുന്ന സമ്മാനം തോഴിയുടെ ജഡം. ഇല്ല, ഞാൻ അനുവദിക്കില്ല. അനുവദിക്കാതിരിക്കാൻ താനാണ്. അറിയില്ലേ, പൊന്നുതമ്പുരാൻ തിരുമനസിന്റെ വിശ്വസ്തരായ ആശ്രിതൻ, മനസാക്ഷി സൂക്ഷിപ്പാരൻ സ്വാമി ഈ നമ്പ്യാർ ഒരു കുറുമാനം കൊടുത്തേക്കേ വേണ്ടു. തൽക്ഷണം സ്വാമിയുടെ സ്ഥാനം കൊട്ടാരത്തിന് പുറത്ത്. അടിയനെ പുകച്ച് പുറത്തിയാടിക്കാൻ സ്വാമിയും വാര്യറും ചേർന്ന് നടത്തുന്ന ഉപജാപങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആയിക്കൊള്ളൂ, നാടോടി നമ്പ്യാർ ഏത് നിമിഷവും യാത്ര പുറപ്പെടാൻ തയ്യാർ. പക്ഷേ അടിയനെ സേവിക്കാനെത്തിയിരിക്കുന്ന ഈ സാധു പെൺകുട്ടിയെ പിച്ചു ചീന്താൻ ഞാൻ അനുവദിക്കില്ല. സ്വാമിക്കും വാര്യർക്കും പോകാം. വേണ്ട, തിരുമനസിനെ സേവ പിടിച്ച് നമ്പ്യാർ നേടിയെടുത്തിരിക്കുന്ന പിൻബലം ഇയാൾക്ക് പുതിയൊരു ശബ്ദവും ശക്തിയും കൊടുത്തിരിക്കുന്നു. സാഹചര്യം നമുക്ക് അനുകൂലമല്ല. പോകാം. സാഹചര്യവും സന്ദർഭവും സമയവും ഭരണവും ഒക്കെ മാറും. അന്ന് നമ്പ്യാരുടെ ശബ്ദവും ശക്തിയും പതറുമ്പോ ഈ രാമയ്യൻ ദളവ ആരാണെന്ന് അറിയിച്ചിരിക്കും. ഈ തന്റെ ആത്മവിശ്വാസമാണ് നമ്പ്യാർക്ക് വേണ്ടുള്ളത്. വാര്യരുടെയും ദളവയുടെ അഴിഞ്ഞാട്ടങ്ങൾക്ക് കടിഞ്ഞാടാൻ കൊട്ടാരത്തിൽ നമ്പ്യാരുണ്ടെന്ന് നമുക്ക് ബോധ്യമായാലോ ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. എന്തിനും ഏതിനും സഹായിയായി ഈ മാർത്താണ്ഡപിള്ള തന്റെ പിന്നിലുണ്ടാകും. താൻ എന്താണ് ആലോചിക്കുന്നത്? സ്വാമികൾ ദളവയായിരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് സത്യവും ധർമ്മവും നീതിയും നടക്കില്ല. ഇവിടെ ഒരു സ്ഥാനമാറ്റം അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയ്ക്ക് ദളവാസ്ഥാനം അലങ്കരിക്കാൻ യോഗ്യതയുണ്ടോ തിരുമനസ്ഥാനോട് അന്വേഷിച്ചാൽ? ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞിരിക്കും. സത്യം, അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വൈകാതെ ദളവാ പദവി അലങ്കരിച്ചിരിക്കും. മാന്യ പൗരജനങ്ങളെ,
അടുത്ത രാജ്യസഭയിൽ വെച്ച് സരസകവി കുഞ്ചൻ നമ്പ്യാരെ മാർത്താണ്ഡവർമ്മ തിരുമനസ്സുകൊണ്ട് പട്ടും വളയും നൽകി ആദരിക്കുന്നു. കേട്ടില്ലേ വിളംബരം? മഹാകവിയായ അങ്ങയെ പട്ടും വളയും നൽകി ആദരിച്ചത് ഉചിതമായി. അങ്ങനെ അർഹിക്കുന്നു. വികടകവിയായ നമ്പ്യാർക്ക് പട്ടും വളയും നൽകി ആദരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ദളവയായ നമ്മോടൊന്ന് ആലോചിക്കാതെ തിരുമനസ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തിരിക്കുന്നു. രാജ്യസഭയിൽ ഈ തീരുമാനത്തെ നമുക്ക് ശക്തമായി എതിർക്കണം. ഭാര്യരെ സ്വാമി സമാധാനമായിട്ടിരിക്കണം. ഇന്ന് തിരുമനസ് കൊണ്ട് കൽപ്പിച്ച് പട്ടുമളയും കൊടുക്കലൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ല? മഹാപണ്ഡിതനായ നമ്മുടെ അവസരോചിതമായ യുക്തിപ്രയോഗങ്ങൾക്ക് മുമ്പിൽ നമ്പ്യാർ ഒരു ശിശുവാണെന്ന് തെളിയിക്കുന്ന സംഭവം ഇന്നുണ്ടായിരിക്കുന്നു. അത് തിരുമനസിനോട് ഉണർത്തിച്ച നമ്പ്യാർ ഒരു പടുവിട്ടിയാണെന്ന് തെളിയിച്ചാൽ പട്ടുമളയും കൊടുക്കലൊന്നും ഉണ്ടാവില്ല. എന്താ ഭാര്യ നമ്പ്യാരെ പടുവിട്ടിയാണെന്ന് തെളിയിക്കുന്ന ആ സംഭവം? അതൊക്കെ പിന്നീട് പറയാം. തിരുമനസിനോട് എഴുന്നള്ളിക്കോട്ടെ. പക്ഷെ സ്വാമിക്കൊന്നും ഉറപ്പിക്കാം. നമ്പ്യാർ സ്വന്തം വിവരക്കേടോർത്ത് ലജ്ജിച്ച് തല താഴ്ത്താൻ പോകുന്ന രംഗം ഉടനെ സംഭവിക്കാൻ പോകുന്നു. ഉണ്ണായി വാര്യരെ നാം പട്ടുമളയും നൽകി ആദരിച്ചല്ലോ. അർഹതയുള്ള നമ്പ്യാരെ ആദരിക്കേണ്ടതും നമ്മുടെ കടമയല്ലേ? എന്താണ് സ്വാമി? അതെ, പക്ഷെ വാര്യർക്ക് എന്തോ ബോധിപ്പിക്കാനുണ്ടത്രേ. ബോധിപ്പിക്കാമല്ലോ. തിരുമനസിന് പട്ടുമളയും നൽകി ആദരിക്കാൻ പോകുന്ന നമ്പ്യാരുടെ ബുദ്ധിശൂന്യനെ കുറിച്ചാണ് അടിയനെ ബോധിപ്പിക്കാനുള്ളത്. എന്ത്? നമ്പ്യാർക്ക് ബുദ്ധിശൂന്യതയോ? കേൾക്കട്ടെ. അടിയനും നമ്പ്യാരും കൂടി ഇന്ന് പത്മനിരുത്ത കല്ലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലൂടെ യജമാനത്തിയായ ഒരു സ്ത്രീയും കൂടെ സുന്ദരിയായ ഒരു തോഴയും കൂടി കുളിക്കടത്തിലേക്ക് പോയി. യജമാനത്തിയുടെ കാതുകളിൽ മനോഹരങ്ങളായ കർണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. തോഴിയുടെ കയ്യിൽ താളി. ഉടനെ നാം സംസ്കൃതത്തിൽ കാതിലോല എന്ന കടി ചോദിച്ചു. നല്ല താളി എന്ന് നമ്പ്യാരും മറുപടിയും പറഞ്ഞു. കാതിലോല എന്ന് ചോദിച്ചപ്പോ കാതി കിടക്കുന്ന കമ്മലാണെന്നാണ് പണിവിട്ടിയായ നമ്പ്യാർ കരുതിയത്. കാതിലോല എന്നാൽ അവരിൽ ആരാണ് കൂടുതൽ സുന്ദരി എന്നാണ് അർത്ഥം. അതിന് താളിലല്ല എന്ന് മറുപടി പറഞ്ഞത് ആവശ്യമായി പോയില്ല. തിരുമനസെ നമ്പ്യാർക്ക് സംസ്കൃതജ്ഞാനം തീരെ അങ്ങട്ടില്ല എന്ന് ബോധ്യപ്പെട്ടില്ലേ? സംസ്കൃത ഭാഷാജ്ഞാനമില്ലാത്ത തുച്ഛനായ നമ്പ്യാരെ അങ്ങ് വിശിഷ്ടാതിഥിയായി കൊട്ടാരത്തിൽ പാർപ്പിച്ചിരിക്കുന്നു. കൽപ്പിച്ചേ 2.25 കോപ്പും നൽകുന്നു. ഇപ്പോ കൽപ്പിച്ച് പട്ടുംവളയും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്പ്യാർക്ക് പട്ടുംവളയും നൽകാനുള്ള യോഗ്യതയുണ്ടോ തിരുമനസേ? സംസ്കൃത ഭാഷാജ്ഞാനമില്ലാത്തവരാണ് നമ്പ്യാരെങ്കിൽ അയാളുടെ എല്ലാ ആനുകൂല്യങ്ങളും നാം പിൻവലിച്ചിരിക്കും. പട്ടുംവളയും നൽകാനുള്ള ചടങ്ങ് ഉപേക്ഷിച്ചിരിക്കും. എന്താ പോരെ? മതിയേ, ധാരാളം മതിയേ. കാതിലോല, നല്ല താളി. കാതിലോല എന്നാൽ ആ സ്ത്രീ കാതിൽ ധരിച്ചിരിക്കുന്ന ആഭരണത്തെയല്ല വാര്യരാശാൻ ഉദ്ദേശിച്ചത്. അതിലോല, അവരെ കൂടുതൽ സുന്ദരി ആരാണെന്ന് അതറിയാനുള്ള ഭാഷാജ്ഞാനം പോലും തനിക്കില്ലാന്നുണ്ടോ? സംസ്കൃത ഭാഷാജ്ഞാനമില്ലാത്ത നമ്പ്യാർക്ക് കൽപ്പിച്ച് പട്ടുംവളയും നൽകുന്നതല്ല എന്ന് മറുവിളംബരം കൊടുക്കാൻ കൽപ്പന പുറപ്പെടുവിക്കണം തിരുമനസേ. നമ്പ്യാരുടെ പാണ്ഡിത്യകർമ്മിന്റെ പൊള്ളത്തിനും ജനങ്ങളും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. നമ്പ്യാർക്ക് വല്ലതും ബോധിപ്പിക്കാനുണ്ടോ? അടിയൻ കാതിലോല എന്നതിനർത്ഥം അവരിൽ കൂടുതൽ സുന്ദരി ആര് എന്ന് അടിയന് മനസ്സിലായി. നല്ല താളി എന്ന അടിയൻ ഉദ്ദേശിച്ചതിനർത്ഥം താളി നല്ലത് എന്നല്ല, നല്ലത് ആളി. ആളി എന്നാൽ തോഴി, കൂടുതൽ സുന്ദരി തോഴി എന്നാണ്. വാര്യരാശാനെ, നമ്പ്യാർക്ക് സംസ്കൃത ഭാഷാ പരിജ്ഞാനം ഉണ്ടോ? താളി എന്നല്ല ആളി എന്നാണെങ്കിൽ ഉണ്ട്. ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പ്യാരുമാണെന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. വാര്യർക്ക് നമ്പ്യാരോട് തോന്നുന്ന പണ്ഡിതോചിതമല്ലാത്ത വെറുപ്പും അസൂയയും വാര്യരെ കൊണ്ട് എന്തൊക്കെയോ പറയിക്കുന്നു, ചെയ്യിക്കുന്നു. വാര്യരെ തരം താഴ്ത്തപ്പെടാനുള്ള സാഹചര്യം സ്വയം സൃഷ്ടിക്കരുത്. വാര്യർക്ക് പോകാം. അപ്പോ കുഞ്ചൻ നമ്പ്യാർക്ക് ഇനി പട്ടുംവളയും നൽകി ആദരിക്കാലോ? ആദരിക്കാമേ. എന്ത്? ഊണ് കഴിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്താ നമ്പ്യാരെ? അടിയൻ 2.25 എന്ന് കൽപ്പിച്ചു. 2.25 ഇന്ന് അയ്യനും, ഉണ്ടോ കാലെന്ന് പണ്ടാര, ഉണ്ടിൽ നിന്ന് ഇത്ര നേരവും. ഓഹോ, അങ്ങനെയാണോ? എന്താ തടോ സ്വാമി? 2.25 ഇടങ്ങഴി കൽപ്പിച്ചു നൽകിയാൽ പണ്ടകശാലക്കാരൻ 2 കൊടുക്കുള്ളൂ. ഇതൊക്കെ നോക്കി നടത്താനല്ലേ നിങ്ങളെ തളവയായി നിയമിച്ചിരിക്കുന്നത്? തിരുമനസേ 2.25 കോപ്പും തന്നെ നൽകി. ഞാൻ എത്ര കൊടുത്തു? സത്യം പറയാ. തിരുമനസേ 2 കൊടുത്തുള്ളൂ. പണ്ടകശാലക്കാരനും ദളവാസ്വാമിയും കൂട്ടിച്ചേർന്ന്
പല അഴിമതികളും നടത്തുന്നതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കാലിടങ്ങളിൽ വെട്ടിച്ചു മാറ്റാൻ പണ്ടകശാലക്കാരനോട് കൂടിച്ചേർന്ന ദളവാസ്വാമി ഇനി സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. സ്വാമിയെ നാം ദളവാസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. വേണ്ട, കാലം കുറയായില്ലേ, ഇനി അടുത്തും പറ്റിക്കഴിഞ്ഞാൽ മതി. പുതിയ ദളവാസ്ഥാനം അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയ്ക്ക് നാം കൽപ്പിച്ചു നൽകുന്നു. അടുത്ത രാജ്യസഭയിൽ വെച്ച് അധികാര കൈമാറ്റം നടക്കുന്നതാണെന്ന് വിളംബരം ചെയ്ത് അറിയിക്കാൻ ഏർപ്പാടാക്കുക. കൽപ്പന പോലെ. പിന്നെന്തൊക്കെയുണ്ട് നമ്പ്യാരെ? സുഖ സൗകര്യങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ. അങ്ങയുടെ കൃപാകാരുണ്യം കൊണ്ട് ഒന്നിനും ഒരു കുറവുമില്ല. നമുക്ക് ശീലായ്മയാണോ? വല്ലാത്ത അസ്വസ്ഥത. ഏത് നിമിഷവും ജീവഹാനി സംഭവിക്കാം. ഇല്ല തിരുമനസ്സേ, ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഭയക്കണ്ട. നമുക്ക് ശേഷം അനന്തരവൻ കാർത്തിക തിരുനാളാണ് അധികാരത്തിൽ വരുന്നത്. കലാകാരന്മാരെ ആദരിക്കാനും അംഗീകരിക്കാനുമുള്ള മനസ്സ് കാർത്തിക തിരുനാളിനുമുണ്ട്. പിന്നെ തന്റെ ഉറ്റതോഴൻ അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയുടെ പ്രോത്സാഹനവും തനിക്ക് വേണ്ടുവോളം ഉണ്ടാകും. ആയുഷ്കാലം മുഴുവൻ തനിക്ക് കൊട്ടാരത്തിൽ താമസിക്കാം, വേണ്ടുവോളം കാവ്യങ്ങളിൽ രചിക്കാം. ആ നമ്പ്യാരെ, തനിക്ക് പട്ടും വളയും കൽപ്പിച്ചു നൽകാനും നാം തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭന്റെ കൃപാകടാക്ഷം എന്റെ നമ്പ്യാർക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. മാർത്താണ്ഡവർമ്മ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് നാട് നീങ്ങി. കാർത്തിക തിരുനാൾ തമ്പുരാൻ അധികാരത്തിൽ വന്നു. തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു നൽകിയ ആനുകൂല്യങ്ങളും കീർത്തിമുദ്രകളും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ ആത്മാർത്ഥമായ സ്നേഹവും പ്രോത്സാഹനങ്ങളും കുഞ്ചൻ നമ്പ്യാർ ഉത്തരോത്തരം മുന്നേറി. കാവ്യങ്ങൾ അനവധി രചിച്ചു. വർഷങ്ങൾ അനവധി കടന്നുപോയി. വാർദ്ധക്യം നമ്പ്യാറിൽ ഗൃഹാതുരത്വം വളർത്തി. തന്നെ താനാക്കിയ അമ്പലപ്പുഴയിലേക്ക് തിരിച്ചു പോകണമെന്ന അദമ്യമായ ആഗ്രഹം തിരുമനസ് അനുവദിക്കുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആഹാരവും അടുത്തൂന്നും തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചനുവദിച്ചു. താമസിക്കാൻ ഒരു മഠവും. അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയ നമ്പ്യാർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അമ്പലപ്പുഴയിൽ
കെട്ടുക കോലകങ്ങളിൽ നടയ്ക്കെന്നുള്ള വേലക്കിനി കാലം വാർത്തകമാക കൊണ്ടടിയനെ ചാടിക്കൊല ഭൂപതേ. വല്ലാത്ത കസർപ്പല്ലോ അർമ്മേ. ഒക്കെ ശരിയാവുന്ന വൈദ്യര് പറഞ്ഞത്. കഷായം മുഴുവൻ അങ്ങോട്ട് കുടിക്കുക. ഈ വയസ്സുകാലത്ത് എന്നെ പരിചരിക്കാൻ വർമ്മയെങ്കിലും ഉണ്ടായല്ലോ. ഞാനതെന്റെ മഹാഭാഗ്യമായി കരുതുന്നു. സ്ത്രീത്വത്തിൽ നിന്ന് പുരുഷത്വത്തിലേക്കുള്ള പരിണാമം, കളിയാക്കി ചിരിച്ചവരുടെ മുന്നിൽ പൗരുഷത്തോടെ നിൽക്കാനുള്ള ധൈര്യം, എല്ലാറ്റിനും കാരണം എന്റെ നമ്പ്യാരാശാനാ. എടോ, പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഒക്കെ ശരിയാകും. 10 ദിവസം കൂടി പത്യം കാക്കണമെന്നാ വൈദ്യര് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ആ, ഞാൻ ഇറങ്ങുക. തൃക്കുന്ന പുഴയില് ഇന്നൊരു തുള്ളൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആശാന്റെ അനുഗ്രഹം ഉണ്ടാകണം. മടങ്ങും വഴി ഞാൻ ഇങ്ങോട്ട് കയറാം. വർമ്മ, ഒരു കാര്യം ചോദിക്കട്ടെ? രാജലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ട്. ആശാൻ വന്നത് അറിഞ്ഞു കാണില്ല. ഞാൻ കാണാം. ഇങ്ങോട്ട് വരാൻ പറയാം. ആ, പത്യം കാക്കാൻ മറക്കരുത്. കഷായം കഴിക്കാനും മടിക്കരുത്. 35 വർഷം കഴിഞ്ഞ് അമ്പലപ്പുഴ വന്നപ്പോ ഈ ഏകാന്തത എന്നെ വല്ലാണ്ട് വീർപ്പ് കൊണ്ടിരിക്കുന്നു. ഒരു വാക്കുരിയാടാനോ അന്തി കൂട്ടിനോ ആരുമില്ല. കൈപ്പിഴയും ചിരുവണ്ടലും ഒക്കെ എന്നേ മൺമറഞ്ഞു പോയി കാണും. രാജലക്ഷ്മിയും ദേവിയും. രാജലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ടെന്ന് വർമ്മ പറഞ്ഞു. എങ്കിലെവിടാകും, എങ്ങനാകും? രാജലക്ഷ്മിക്ക് പ്രായം തീരെ ആയിട്ടില്ല. ആചാനും പ്രായമേറിയിട്ടില്ല. രാജലക്ഷ്മിയുടെ വിശേഷങ്ങൾ പാന്തവം കഴിഞ്ഞ് കൈ
കൈപ്പിഴ തിരുമേനി 3-ാം കൊല്ലം മരിച്ചു. പിന്നെ 2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോ അച്ഛനും മരിച്ചു. ഇല്ല, തിരുമേനി മരിച്ചതിന് ശേഷം മറ്റൊരു ബന്ധത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാനേറെയാണ്. എന്നെങ്കിലും ആശാ വരുമെന്ന് എനിക്കറിയായിരുന്നു. വന്നു, കണ്ടു, തൃപ്തിയായി. മതി, ഇനി ആശാന്റെ ഭാര്യ മക്കളെ കൂടി കണ്ടിട്ട് ഞാനങ്ങ് പൊയ്ക്കൊള്ളാം. അവരെ ഒന്ന് വിളിക്കാശാനെ, ഭാര്യ മക്കളെ ഒന്ന് വിളിക്കാശാനെ. രാജലക്ഷ്മി, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. മനസ്സിന്റെ ഒരു കോണിൽ മധുരമുള്ള നൊമ്പരമായി രാജലക്ഷ്മി കുടിയിരുന്നപ്പോ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. നന്നായി, അത് നന്നായി. ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാലോ. തോളോട് തോളൊരുമിയിരുന്ന് ചിരിച്ചും കളിച്ചും പൊട്ടിച്ചിരിച്ചും നമുക്കൊരു കാവ്യം കൂടി രചിക്കണം. അല്ലേ രാജലക്ഷ്മി? ഒന്നല്ല, 1000 കാവ്യങ്ങൾ രചിക്കണം. അതെല്ലാം എനിക്ക് മനപ്പാടമാക്കണം. പിന്നെ ആശാന്റെ മുമ്പിലും മാലോകരുടെ മുമ്പിലും എനിക്ക് തുള്ളിയാടണം. ആശാനെ, തുള്ളിയാടണം. അങ്ങനെ 60-ാം പക്കം നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കുന്നു അല്ലേ? ആശാനെ, ഇന്നെന്റെ ജന്മദിനമാണ്. അതെയോ? ആശാ പോയതിന് ശേഷം ഒരു ജന്മദിനവും ഞാൻ ആഘോഷിച്ചിട്ടില്ല. ആശാ നാട്ടിലുണ്ടെന്നറിഞ്ഞ് ഞാൻ ശർക്കര പായസവും നാരങ്ങ കറിയും വെച്ചുണ്ടാക്കി. 2ഉം ബഹുമത്യം അല്ലയോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ആശാനെ, എന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയതാ. ആശാന് കഴിക്കാം. ആശാൻ കഴിക്കില്ലേ? കഴിക്കാലോ, ഇഷ്ടംപോലെ കഴിക്കാലോ. തന്നോളൂ. എന്ത് നല്ല പായസം, എന്ത് നല്ല മധുരം. മധുരപ്രിയനാണെന്ന് എനിക്ക് പണ്ടേ അറിയാലോ. ഇതാ ഇഷ്ടപ്പെട്ട നാരങ്ങാക്കറി. നാരങ്ങാക്കറിയും അസലായിരിക്കണം. രാജലക്ഷ്മിയുടെ പാചകമല്ലേ, മോശമാകില്ലല്ലോ. വെള്ളം ഇപ്പൊ കൊണ്ടുവരാം. എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല. എന്താ ആശാനെ? അയ്യോ, ആശാൻ വേർക്കുന്നുണ്ടല്ലോ. എന്ത് പറ്റി? രാജലക്ഷ്മി, എന്നെ ഒരു പട്ടി കടിച്ചിരുന്നു. 300 കല്ലാണ്ട് പത്യം തെറ്റിച്ചൂടായിരുന്നു. എന്തിനാ പായസവും നാരങ്ങാക്കറിയും കഴിച്ചത്? രാജലക്ഷ്മിയുടെ ജന്മദിനത്തിന് രാജലക്ഷ്മി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പായസം ഞാൻ കഴിക്കട്ടെ? ഭഗവാനെ, ചതിച്ചോ എന്റെ കൃഷ്ണ? അടുത്തു വരരുത്, തുടരുത്. രാജലക്ഷ്മി പറ്റുള്ളൂ. രാജലക്ഷ്മി, ഞാൻ എഴുതിയ കാവ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. രാജലക്ഷ്മി സൂക്ഷിച്ചു വെക്കണം.
എന്നിട്ട് അനന്തര തലമുറയ്ക്ക് കൈമാറണം. കുഞ്ചൻ നമ്പ്യാർ ജന്മം നൽകിയ തുള്ളൽ പ്രസ്ഥാനത്തെ എക്കാലവുമുള്ള സഹൃദയർ സ്വീകരിക്കുവാനാകട്ടെ. ഇനി യാത്രയാവേ നിവർത്തിയുള്ളൂ. രാജലക്ഷ്മി महिषगण तलखंडने